നമസ്കാരം. ശബരിമലയിലേക്കുള്ള മഞ്ഞുമലയുടെ ഒരൊറ്റ മാത്രമെന്ന വഴിത്തിരിവിലേക്ക് എത്തിച്ചേരുന്നു അന്വേഷണ സംഘം. സ്വർണ്ണക്കൊള്ളയ്ക്ക് തൊട്ടുപിറകെ 2019-നും 2025-നും ഇടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇംഗ്ലണ്ടിലേക്കും ഈജിപ്തിലേക്കുമൊക്കെ പറന്നത് എന്തിനെന്ന് അന്വേഷിക്കുന്ന SIT അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ പാസ്പോർട്ടും പിടിച്ചെടുത്തിരിക്കുന്നു. ശബരിമലയിൽ നിന്ന് കടത്തിയതൊക്കെ അന്താരാഷ്ട്ര വിഗ്രഹ കടത്തിന്റെ മോഡലിലാണെന്ന കോടതിയുടെ വാക്കുകൾ കൂടി ചേർത്ത് വായിക്കണം. മുൻ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയിലേക്കും അന്വേഷണം എത്തുമോ എന്നും പത്മകുമാറിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ SIT വിളിപ്പിക്കുമോ എന്നും ഉറ്റുനോക്കുമ്പോഴും പാർട്ടി കൈവിട്ടിട്ടില്ല പത്മകുമാറിനെ. ദേവസ്വം ഭരണത്തിനായി CPM നിയോഗിച്ച പാർട്ടി നേതാക്കൾ തന്നെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഗൂഢാലോചന നടത്തിയെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുമ്പോഴും പാർട്ടി കൂടിയാലോചിച്ച് അയച്ചവർ അകത്താകുമ്പോഴും കുറ്റക്കാരെന്ന് കോടതി അന്തിമ വിധി പറയട്ടെ എന്ന് പറയുന്ന പാർട്ടിയും സർക്കാരും പരിഹസിക്കുകയില്ലേ ജനങ്ങളെ? ആരിലേക്കാണ് അന്വേഷണം നീളുന്നത്? വ്യക്തമാകുന്നു അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത്. പരിശോധിക്കുന്ന പ്രൈം ഡിബേറ്റർ. സ്വാഗതം. പാനലിസ്റ്റുകളിൽ കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, BJP നേതാവ് കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷാജി രാഘവൻ, ഒപ്പം രാഹുൽ ഈശ്വരും നമുക്കൊപ്പം ചേരും രാഷ്ട്രീയ നിരീക്ഷകൻ അല്പസമയത്തിനകം. ആദ്യം കോൺഗ്രസിലേക്ക് ആദ്യം ശ്രീ സേനാപതി വേണു. CPM നേതാവാണ് അറസ്റ്റിലായത്, ജില്ലാ കമ്മിറ്റി അംഗമാണ് അറസ്റ്റിലായത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വലിയ കോലാഹലങ്ങളൊക്കെ ആയതുകൊണ്ട് മന്ത്രിമാർ ഇനി വഴിയെ ജയിലിനകത്തോട്ടേക്ക് പോകും, ഈ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയിലേക്ക് അത് ചെല്ലും എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ വിളിച്ചു പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പാണ്, അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണോ കോൺഗ്രസിന്റെ ഈ ആരോപണം? ഇതൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും പറഞ്ഞിട്ടും പത്മകുമാറിനെ വിടാതെ ചേർത്ത് പിടിക്കുന്നുണ്ട് പാർട്ടി. അതായത് ഇതിനപ്പുറത്തേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല എന്നൊരു ആത്മവിശ്വാസം CPM-നും സർക്കാരിനും ഉള്ളത് കൊണ്ടല്ലേ? അല്ല, ഇവിടെ മുമ്പ് പത്മകുമാർ പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. നമ്മൾ ദൈവതുല്യരായി കാണുന്ന ചില ആളുകൾ പറഞ്ഞാൽ അതാണ് അതിൻ്റെ ആ ഒരു ഗൗരവം. അതാണ് നമ്മൾ ദൈവതുല്യരായി കാണുന്ന ചില ആളുകൾ പറഞ്ഞാൽ, നിർദ്ദേശിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം. മുമ്പ് അപർണയും ഒക്കെ നമ്മൾ ഒരിക്കൽ വാസു ഇരുന്ന ഒരു പാനലിലെ ചാനൽ ചർച്ചയിൽ അന്നും നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ദൈവതുല്യരായിട്ടുള്ള ആളുകൾ ആര് എന്നുള്ളത് അതുകൂടി പുറത്തു വരണം. ഇപ്പൊ കണ്ണികൾ ഏതായാലും ഒന്നൊന്നായി, കാരണം SIT-യുടെ അന്വേഷണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതുകൊണ്ട് ഓരോന്നോരോന്നായി. സുബ്രഹ്മണ്യം പോറ്റി, മുരാരി ബാബു, അതിനുശേഷം സുധീഷ് കുമാറിന് ശേഷം ഇങ്ങനെ ഓരോന്നോരായി വാസുവിന് ശേഷം പത്മകുമാർ, ഇനി അടുത്ത ഒരു 3-4 കണ്ണികൾ കൂടിയുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെല്ലാം ഒന്നുകിൽ ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ബോർഡ് എന്ന് പറയുന്നത് ഇടതുപക്ഷം, അതായത് CPM-ന്റെ അംഗങ്ങൾ, CPI-യുടെ അംഗങ്ങൾ, ഇപ്പൊ രണ്ടുപേരെ കൂടി SIT ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ, ശങ്കർദാസും വിജയകുമാറും, അവരും ബോർഡ് അംഗങ്ങളായിരുന്നു. അപ്പോ പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് ബോർഡ് അറിയാതെ ഞാൻ മാത്രമായിട്ട് ഇപ്പം ഗോ എഹെഡ് എന്ന് എന്താ പറഞ്ഞ എഴുതിയ ഒരു മന്ത്രിയും, അതോടൊപ്പം തന്നെ ചെമ്പ് എന്ന് സ്വന്തം കൈപ്പടയിൽ തിരുത്തിയ പത്മകുമാറും, ആ പത്മകുമാർ വീണ്ടും പറഞ്ഞിരിക്കുന്നു ബോർഡിലെ മറ്റ് 2 അംഗങ്ങൾ കൂടി അറിയാതെ അല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പൊ SIT അവരെ ചോദ്യം ചെയ്തിരിക്കുന്നു. അപ്പൊ അതുകൂടി അത് മിസ്സിംഗ് ലിങ്ക് അല്ല, ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക്, കൊറോബറേറ്റീവ് എവിഡൻസ് ആണ്. അപ്പോ ഞങ്ങള് ഈ പാനലിൽ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും തന്നെ അഭിഭാഷകരാണെന്ന് തോന്നുന്നു. അപ്പോ ഈ ലിങ്കുകൾ ഓരോന്നോരോന്നായി കണക്ട് ചെയ്ത് കൊറോബറേറ്റീവ് ആയിട്ട് വരുന്നു തെളിവുകൾ. അപ്പൊ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത് ഒരു സംശയവും വേണ്ട, അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കാണ്. കാരണം ആ ദേവസ്വം മന്ത്രിയുടെ അറിവോടുകൂടി, ഇനി മന്ത്രി അറിവില്ല എന്ന് പറഞ്ഞാൽ പോലും ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാ, അല്ല വേറെ ഏതെങ്കിലും ഒരു മന്ത്രിയല്ല, അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ ദേവസ്വം ബോർഡും അതിലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവര് നേരിട്ട് ഈ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഈ മന്ത്രിക്കാണ്. അപ്പൊ മന്ത്രിക്ക് ഈ കാര്യത്തിൽ അറിവുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, നമ്മൾ ദൈവതുല്യരായി കാണുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞാൽ, നിർദ്ദേശിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് SIT-യോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ദൈവതുല്യരാര് എന്ന്, ആ ദൈവതുല്യരിലേക്ക് പതുക്കെ അന്വേഷണം എത്തും. അത് അന്വേഷണം എത്തിയില്ല എങ്കിൽ SIT-യിലും ജനങ്ങൾക്കുള്ള
വിശ്വാസം നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ആയതുകൊണ്ട് SIT അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഈ തൊണ്ടി മുതൽ, അതായത് ഈ മോഷ്ടിച്ചുകൊണ്ട് പോയി, ഇപ്പം ഹൈക്കോടതി തന്നെ പരാമർശിക്കപ്പെട്ടതെന്നുണ്ടല്ലോ, ഏതോ ഒരു കപൂറിന്റെ പേര്, വിജയ കപൂറോ, ഈ വിഗ്രഹങ്ങളൊക്കെ ഒരു അന്താരാഷ്ട്ര വിദഗ്ധൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവരൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടോ എന്നുള്ളത് SITയുടെ അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതാണ്. അപ്പൊ ഇതിൽ കൈമറിഞ്ഞിരിക്കുന്ന കോടികൾ, ആ കോടികളൊക്കെ ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, അതിന്റെയൊക്കെ പങ്കാളിത്തം ആർക്കാണ്? ഇപ്പോ ഇന്നലെ പത്മകുമാറിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിനകത്ത് ചില രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. പോറ്റിയും ഇദ്ദേഹവും തമ്മിൽ നടത്തിയിട്ടുള്ള കൂട്ടുകച്ചവടത്തിന്റെ രേഖകളാണോ? അതിന്റെ മുതൽ മുടക്ക് എത്രയാണ്? അതിന്റെ സാമ്പത്തിക ഉറവിടം, സോഴ്സ് എവിടെയാണ്? ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇദ്ദേഹം അടിക്കടി നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന വിദേശ യാത്ര, അത് എന്തിനു വേണ്ടിയാണ് നടത്തിയിരിക്കുന്നത്? അത് വിദേശത്തുള്ള ഈ അന്താരാഷ്ട്ര ഈ വിഗ്രഹ കടത്തുകാരും അതുപോലെ തന്നെ ആനക്കൊമ്പ് ചന്ദനമൊക്കെ കടത്തുന്ന ആ ലോബികളുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കാണുന്നതിന് വേണ്ടിയാണോ എന്നുള്ളതൊക്കെ SITയുടെ അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഇവിടെ നിൽക്കത്തില്ല, ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോകും. അപ്പോ നമ്മൾ ദൈവതുല്യരായി കാണുന്ന ആളുകൾ, ആ ദൈവതുല്യരാര് എന്നുള്ളത് അത് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ദൈവതുല്യർ കൂടി പുറത്തേക്ക് വരുമ്പോഴേക്കും ഇത് ഏകദേശം അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തും. അപ്പോഴേക്കും അപർണ ചോദിച്ച ഒരു ചോദ്യം ഇത് ഗവൺമെന്റിന്റെ അങ്ങേ തലക്കിലെത്തും, ഒരു സംശയവും വേണ്ട. ഈ കേസിൽ ചില മന്ത്രിമാര്, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ അവിടെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ദൈവതുല്യരായ ആളുകൾ, ഒരുപാടില്ല കുറച്ച് ആളുകൾ, അവർ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അവർ പുറത്തു വരുന്നതോടുകൂടി ഈ കേസ് സമ്പൂർണ്ണമാകും. അയ്യപ്പൻ അതുവരെ ഈ കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. പത്മകുമാറിനെ തള്ളി പറഞ്ഞിട്ടില്ല ഈ നിമിഷവും. അതെന്തുകൊണ്ട് കൂടിയാണ്? ഈ താങ്കൾ പറഞ്ഞ പോലെ മുകളിൽ ദൈവതുല്യരുണ്ട്, അതുകൊണ്ട് പത്മകുമാറിനെ കൈവിട്ടാൽ വളരെ പെട്ടെന്നായിരിക്കും ഇതൊക്കെ പുറത്തു വരിക എന്നുള്ളത് കൊണ്ട് കൂടിയാണോ? അല്ല, അത് ശരിയാണ്. കാരണം ഇപ്പോ ഇന്നലെ ശ്രീ ഗോവിന്ദ മാസ്റ്ററുടെ ഒരു പ്രഖ്യാപനം എന്താണ്? ആരെയെങ്കിലും അറസ്റ്റ് ചെയ്താൽ അവർ കുറ്റവാളിയാവൂ എന്നാണ് ചോദ്യം. കുറ്റം അവരിൽ ആരോപിക്കപ്പെടുമ്പോഴാണല്ലോ അറസ്റ്റ് ചെയ്യുന്നത്. വഴിയെ പോകുന്ന ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. വഴിയെ പോകുന്നവരെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് നോട്ടീസ് കൊടുത്ത് വിളിക്കും. അറസ്റ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പ്രാഥമികമായിട്ട് അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രാഥമികമായ എന്താ പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ. ഇപ്പൊ ഇവര് സമ്പൂർണ്ണമായി ഇവരുടെ പേരിലുള്ള കുറ്റം തെളിയണമെങ്കിൽ ഇതിന്റെ റിക്കവറി നടപടികൾ, അതോടൊപ്പം തന്നെ ഈ കേസിന്റെ വിചാരണയൊക്കെ പൂർത്തീകരിക്കണം. പക്ഷെ വിചാരണ പൂർത്തീകരിക്കുന്നതിന് മുമ്പായി ഇവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യാനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്യാനും ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാനും ഒക്കെ കാരണം എന്താ? ഇവരുടെ പേരിൽ പ്രാഥമികമായി ഇവർ കുറ്റകൃത്യം ചെയ്തതായി അത് ബോധ്യപ്പെടുന്നു. ആ ബോധ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ശ്രീ ഗോവിന്ദ മാഷെ പോലെ ഒരാള്, അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാൽ മതിയോ? പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, മുൻ MLA, മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലൊക്കെ ഈ പാർട്ടിയുടെ അവസാന ശബ്ദമായി നിന്ന ഒരാള്, അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹം SIT കോടതിയിൽ ഹാജരാക്കി അദ്ദേഹം പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗമായി ജയിലിലേക്ക് പോകുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ സംഘർഷത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാരണത്താലോ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പോലെ അല്ലല്ലോ. ഇത് അതിലൊക്കെ എത്രയോ വലിയ ഗൗരവം. ഇവിടെ നടന്നിരിക്കുന്ന അഴിമതിയാണ്. ഇവിടെ നടന്നിരിക്കുന്നത് ഒരു ഭരണകൂടം നേരിട്ട് കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ കൊള്ള നടത്തിയ ആള് പിടിക്കപ്പെടുമ്പോ അത് കേസിന്റെ അവസാനം ഞങ്ങൾ പറയാം എന്നാണോ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഞാൻ തിരികെ എത്താം. ശ്രീ സേനാപതി വേണു, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇനിയും അറസ്റ്റ് ഉണ്ടാകും, ഇനിയും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. അങ്ങനെ CPMന് കൃത്യമായ ബോധ്യമുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? സംസ്ഥാന സെക്രട്ടറിയുടെ ആ വളരെ അനിതര സാധാരണമായിട്ടുള്ള ആ വാക്കുകൾ കേൾക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കാൻ SIT ആലോചിക്കുന്നു എന്നുള്ള വാർത്ത ഈ പുറത്ത് കറങ്ങുന്നുണ്ട്. അങ്ങനെ ആരുടെയൊക്കെ പേരുകൾ വെച്ച് പുറത്ത് കറങ്ങിയിട്ടുണ്ടോ ആ അഭ്യൂഹങ്ങളൊന്നും വെറുതെയായി മാറിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രന് അയച്ച കത്താണ് എന്ന് പറയപ്പെടുന്ന ആ കത്തിന്റെ പകർപ്പ് അടക്കം പുറത്തു വരികയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു പേടി ഉള്ളത് കൊണ്ടുകൂടിയാണോ ഇടതുപക്ഷം CPM പത്മകുമാറിനെ ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുന്നത്? ഇതിൽ നിയമപരമായ ഒരു പ്രശ്നമുണ്ട്. ശ്രീ സേനാപതി വേണു പറഞ്ഞതുപോലെ അഭിഭാഷകർക്ക് എല്ലാവരും അറിയുന്ന കാര്യമുണ്ട്. ഇതിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പരാതി രജിസ്റ്റർ ചെയ്ത് പോലീസ് FIR രജിസ്റ്റർ ശേഷം അവിടെ പ്രതിപട്ടികയിൽ ആരുമില്ല. സംശയത്തിന്റെ പേരിൽ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് പ്രതികളിലേക്ക് നീങ്ങിയത്. ഇപ്പൊ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയുടെ കൺവെക്ഷൻ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു പ്രതികളിലേക്ക് നീങ്ങുന്നത്. ഒന്നാമതായിട്ട് തന്നെ അതിന്റെ എവിഡൻഷ്യറി വാല്യൂ വളരെ കുറവാണ്. കാര്യം ഇതിനകത്ത് പിന്നെ അല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഇവർ കോടതിയിൽ കൊണ്ടുവരണം. ഇവർക്കെതിരെയുള്ള കേസ് ട്രയൽ സ്റ്റേജിൽ നല്ല രീതിയിൽ നിലനിൽക്കണമെങ്കിൽ
അതല്ലെങ്കിൽ ഒരു പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റു പ്രതികളിലേക്ക് പോലീസ് നീങ്ങുമ്പോൾ അതിന് എവിഡൻഷ്യറി വാല്യൂ കുറയും. ഒന്ന് അത് നിയമപരമായ കാര്യം. പിന്നെ ഇവിടെ ഒരു പ്രധാന പ്രശ്നം നിങ്ങൾ പറയുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ളത്, കേരളത്തിലെ ബോർഡുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് തിരുവിതാംകൂർ ദേവസ്വം, എല്ലാ ദേവസ്വം ബോർഡുകളും. ഇവരെല്ലാവരും പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1950 അനുസരിച്ചാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ദേവസ്വം ബോർഡുകളെല്ലാം ഓട്ടോണോമസ് ബോർഡുകളാണ്. ഞാൻ പല ബോർഡിൽ ഇരുന്നിട്ടുണ്ട്, ചെയർമാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ബോർഡിന്റെ ചെയർമാനായിട്ട് ഞാൻ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്താലും 2 പ്രൊസീഡിങ്സ് അവിടെയുണ്ട്. ഒന്ന്, ഗവൺമെന്റ് സാങ്ഷൻ വേണം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് സാങ്ഷൻ പോയി വരുമ്പോൾ ഗവൺമെന്റ് ലയബിൾ ആകുന്നു അതിന്. മറ്റൊന്ന്, ഈ മിനിറ്റ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അടുത്ത മിനിറ്റ്സിൽ ആദ്യം വെച്ച് അത് അംഗീകരിച്ചിരിക്കണം. അതിന് മുമ്പായിട്ട് അജണ്ട സർക്കുലേറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ ചില കാര്യങ്ങൾ ബോർഡ് പ്രൊസീഡിങ്സ് ഉണ്ട്. ഇതൊന്നും ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ പ്രൊസീഡിങ്സിൽ ഇതൊന്നുമില്ല. അവര് വന്നിരിക്കുന്നു, തൽക്കാലം ഒരു അജണ്ട ഉണ്ടാക്കുന്നു, അജണ്ട വെച്ച് പാസ്സാക്കുന്നു. അത് അടുത്ത മിനിറ്റ്സിൽ അതിനെക്കുറിച്ച് ചർച്ചയില്ല. ഇത് ഗവൺമെന്റിലേക്ക് പോകണ്ട, ഗവൺമെന്റ് സാങ്ഷൻ ഒന്നും തന്നെ വേണ്ട. അതുകൊണ്ട് മന്ത്രിമാരിലേക്ക് തീർച്ചയായിട്ടും മന്ത്രി അറിഞ്ഞില്ല എന്നും ഞാൻ പറയുന്നില്ല. മന്ത്രി അറിയണം എന്നാണ് നിയമം. ദേവസ്വത്തിന് ഒരു മന്ത്രി ഉണ്ടെങ്കിൽ ആ മന്ത്രി അറിഞ്ഞിരിക്കണം. പക്ഷേ നിയമപരമായിട്ട് മന്ത്രിയുടെ അറിവോ സമ്മതമോ ഇതിനില്ല. ധാർമ്മികമായിട്ട് മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്, മന്ത്രി കൈയെഴുതാൻ പറ്റില്ല. നിയമം ഇതൊന്നും ദേവസ്വം മന്ത്രി ഒപ്പിടുകയോ ദേവസ്വം മന്ത്രി ഫയല് കാണണമെന്ന നിയമമില്ല. ഫയല് ദേവസ്വം എടുക്കുന്ന തീരുമാനം അന്തിമമാണ്. അതിന് ഗവൺമെന്റ് സാങ്ഷൻ വേണ്ട. ചില തീരുമാനങ്ങളൊക്കെ എന്റെ ബോർഡിൽ ക്യാബിനറ്റ് വരെ പോയി വരേണ്ട തീരുമാനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാതെയാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ദേവസ്വം മന്ത്രിമാരിലേക്ക് ഇത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരെ ചോദ്യം ചെയ്യാം, വേണ്ടി വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ അവർ മിനിറ്റ്സുകളൊന്നും ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ നിയമത്തിന്റെ മുന്നിൽ അവർ കുറ്റവാളി അല്ലാതായിട്ട് മാറും. പിന്നെ ഇതിനകത്ത് 2018 ഇരുന്ന ബോർഡിൽ 2 മെമ്പർമാർ കൂടി ഉണ്ട്. ഒന്ന് KP ശങ്കരദാസും ഒന്ന് ജയകുമാറും. ശങ്കരദാസിന്റെ മകൻ ഇപ്പോൾ IG റാങ്കിൽ കേരള പോലീസ് ജോലി ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നീട് 2024 ഇരുന്ന പ്രശാന്ത്, അവിടെ അന്വേഷണം വന്ന് നിൽക്കുകയാണ്. കാരണം 2020 ഒരു ബോർഡിന് മറ്റു കാര്യങ്ങൾ പുനഃപരിശോധിക്കാനുള്ള അധികാരങ്ങളുണ്ട്. 2024 വന്ന ബോർഡും ഇതിനകത്തേക്ക് കടക്കാതെ ഇതിനെ സാധൂകരിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് അതിന്റെ മിനിറ്റ്സുകൾ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നത്. പിന്നെ പല മിനിറ്റ്സുകളും കാണുന്നില്ല. അപ്പോൾ മിനിറ്റ്സ് ആര് മുക്കി എന്നുള്ള ഒരു പ്രശ്നമാണ്. ഒരു മിനിറ്റ്സിൽ രേഖപ്പെടുത്താതെ ഈ കാര്യങ്ങൾ എങ്ങനെ പുറത്തുപോയി? വിശേഷിച്ചും ദേവസ്വം ബാനിൽ പറയുന്ന പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. ദേവസ്വം ബാനിൽ മാത്രമല്ല, ഏതൊരു ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടുന്ന് അമ്പലത്തിന്റെ പ്രമിസുകൾക്ക് പുറത്തേക്ക് ഒരു കാര്യങ്ങളും കൊണ്ടുപോകാൻ പാടില്ല. ഭക്തർക്ക് പോകാം. ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിന് അഥവാ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് പൂജാരിയും തന്ത്രിയും അറിഞ്ഞിരിക്കണം. പൂജാരിയും തന്ത്രിയും ഒക്കെ ചെയ്ത് ചില പൂജാവിധികൾ പ്രകാരം മാത്രമേ ശ്രീകോവിലും അതിന് ചുറ്റുമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാം. കാര്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ദൈവികത നഷ്ടപ്പെടുന്നുവെന്നാണ് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിനകത്തുള്ള അശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്ത് അവിടെ സ്ഥാപിക്കാവും. നമുക്കറിയാം, ദേവപ്രതിഷ്ഠ നടത്തുപോലെയാണ് ദേവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഇവര് മാത്രമല്ല, തന്ത്രിയും എല്ലാവരും അറിഞ്ഞിരിക്കണം, മന്ത്രിയും അറിഞ്ഞിരിക്കണം, പൂജാരിയും അറിഞ്ഞിരിക്കണം. പക്ഷെ ഇവിടെ പറയുന്നത് പൂജാരിക്കും തന്ത്രിക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമൊന്നുമില്ല. അവർ ശരിയാണ്, നിയമപരമായിട്ട് അവരറിയണ്ട, പക്ഷെ ധാർമ്മികമായിട്ട് അവർ അറിഞ്ഞിരിക്കണം. ആ തന്ത്രിയും പൂജാരിയും അറിയാതെ ഇതൊന്നും ഇളക്കി മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് വലിയൊരു ശൃംഖല ഇതിനകത്തുണ്ട്. ഇവരൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ തർക്കമൊന്നുമില്ല. പിന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പാർട്ടി അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. കാര്യം പരിപൂർണമായിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും. യാതൊരു തർക്കവുമില്ല, അറസ്റ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് പാർട്ടി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു വ്യക്തതയാണ് പത്മകുമാറിലേക്കൊക്കെ അറസ്റ്റ് നീക്കിയത്. പത്മകുമാർ പാർട്ടിയുടെ മുൻ MLA ആണ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മെമ്പറായിരുന്നു, ഇപ്പൊ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. 10-30 വർഷത്തിൽ കൂടുതലായിട്ട് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടിരിക്കുന്ന ആളാണ്. അവരൊന്നും സംരക്ഷിക്കാനൊന്നും ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. അതിനകത്ത് ഞാനതൊന്നും ഇടപെടുന്നു. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, അങ്ങനെ അത്രയും കൈകഴിയും നമുക്ക് പോകണ്ട. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശമില്ലായിരുന്നെങ്കിൽ ഈ അന്വേഷണം എവിടെ എത്തുമായിരുന്നു, എവിടെ എത്തിയിരുന്നു എന്നൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ ക്രെഡിറ്റ് ഗവൺമെന്റ് എടുക്കുന്നത് പരിഹാസ്യമാണ്. അല്ല, ഹൈക്കോടതി ഡയറക്ഷനിൽ മറ്റ് അന്വേഷണങ്ങൾ നിലവിൽ എത്ര എണ്ണം ഞാൻ അവരിനെ ചൂണ്ടിക്കാണിക്കാം. പലയിടത്തും അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ഇവര് കൂടി ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അല്ല, ജഡ്ജി നേരിട്ട് അന്വേഷിക്കാൻ വരുന്നില്ല. അന്നുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന്റെ പുരോഗതിയുടെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതി ജഡ്ജിക്ക് കൊടുക്കും. അതാണ് നൽകുന്നത്. നല്ല ഹൈക്കോടതി ജഡ്ജി നേരിട്ട് ഒന്ന് അന്വേഷിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ തിരിമറി നടത്താം. ഒരു മൊഴി മാറ്റി പറഞ്ഞു. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ മൊഴിക്കകത്ത് പത്മകുമാറിന്റെ പേരില്ലാതിരുന്നാൽ പോരെ? അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പത്മകുമാർ നിരപരാധിയാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയിപ്പിച്ചാൽ അത് എങ്ങനെ ഹൈക്കോടതി ജഡ്ജി എങ്ങനെ അറിയും? ഹൈക്കോടതി ജഡ്ജി ഇവരെ ആരും ചോദ്യം ചെയ്യുന്നില്ല.
ഹൈക്കോടതി ജഡ്ജി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഈ അറസ്റ്റ് ചെയ്ത പ്രതികളുടെ മൊഴി എടുക്കുന്നതെങ്കിൽ അവരുടെ പറഞ്ഞത് ശരിയാണ്. ജഡ്ജിയുടെ സാന്നിധ്യത്തിലല്ല. ജഡ്ജിയുടെ മേൽനോട്ടം എന്ന് പറഞ്ഞാൽ അന്നുള്ള ഇംപ്രൂവ്മെന്റ് എന്താണോ അത് ജഡ്ജിക്ക് കൈമാറണം, അല്ലെങ്കിൽ ഇത്ര ദിവസം ഒരു സമയപരിധിയുണ്ട്. പക്ഷെ ഒരു കാര്യം ശരിയാണ്, ഇത്രയെങ്കിലും അറസ്റ്റുകൾ വന്നത് അവരുടെ പറഞ്ഞ കറക്റ്റാണ്. ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടം ഉണ്ട് എന്നുള്ള ഒരു ഭയം അന്വേഷണം നിൽക്കുന്ന ആ SIT ടീമിനും അതിന്റെ തലവൻ സീനിയർ IPS ഓഫീസർക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു പരിധിവരെ ഒരു കള്ളത്തരം കാണിക്കാൻ ശ്രമിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സ്വാധീനിക്കുകയോ ആ രീതിയിൽ ഒരു ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ നിയമിക്കുകയോ ചെയ്യാം. ഹൈക്കോടതി ജഡ്ജി ഇന്നാരെ നിയമിക്കണമെന്ന് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിട്ടില്ല. ഇന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇതിന്റെ അന്വേഷണത്തിന് വേണ്ടി നിയമിക്കണം ഒരു പേരൊന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് ആണ് അതിനകത്തൊരു ഉദ്യോഗസ്ഥനെ അന്വേഷിക്കാനായിട്ട് ഒരു ടീമിനെ നിയമിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് വേണമെങ്കിൽ ഗവൺമെന്റ് തുടങ്ങാം. ആരെങ്കിലും സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാം. എത്രയോ തിരിമറികൾ നമ്മുടെ അന്വേഷണത്തിലുള്ള റിപ്പോർട്ടിലും എന്തൊക്കെ മാറ്റുന്നു. അപ്പൊ ഇതിനകത്ത് ഇതുവരെ അന്വേഷണം അതിന്റെ കറക്റ്റായ ദിശയിലാണ് പോകുന്നത്. അതിന്റെ തെളിവാണ് ഗവൺമെന്റ് ഇടപെടുന്നില്ല എന്നുള്ളത്. അല്ല, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഞാൻ താങ്കളോട്ട് ഇടപെട്ട് പറയുന്നതല്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇടതുപക്ഷത്തിന് ധാർമ്മികമായ ഉത്തരം പറയേണ്ട സാഹചര്യത്തിൽ CPM കൂടി തീരുമാനിച്ച് ദേവസ്വം ഭരണം നടത്താൻ വേണ്ടി നിയോഗിച്ചവർ അറസ്റ്റിലാകുകയും അവർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം നിയമവശങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വിഷയം UDF-ന്റെ ഭരണകാലത്തുണ്ടായിരുന്നെങ്കിൽ ഈ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി അടക്കം വഴി നടക്കാൻ സമ്മതിക്കുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. താങ്കൾ അത് ഇതിന് ശേഷം ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ഷാജി രാഘവൻ, വിദേശ യാത്രകളാണ് അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. അത് അന്വേഷിക്കുമ്പോൾ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ കോടതിയാണ് ആദ്യം പറയുന്നത് ഒരു അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ലെവല് ഏത് വശത്തൊക്കെയാണ് ഈ വല നീങ്ങുന്നത് എന്നുള്ളത് കട്ടിളപ്പടിയിൽ തുടങ്ങി ദ്വാരപാലകർ പിന്നെ അങ്ങോട്ട് വാജിവാഹനം വരെ ഇതൊരു നീണ്ട ഒരു സ്വർണ്ണക്കൊള്ളയുടെ ചെയിൻ അങ്ങേ അറ്റത്തേക്ക് പോവുകയാണ്. അത് ഈ പത്മകുമാറിലും വാസുവിലും മുരാരി ബാബുവിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും കൂടി വന്നാൽ ഇനി പൂജാരിയും തന്ത്രിയും ഒക്കെ ഉള്ളവരൊക്കെ അറിയേണ്ടതല്ലേ ധാർമ്മികമായി എന്നുള്ളൊരു ചോദ്യത്തിൽ അവസാനിക്കും. മന്ത്രിമാരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ അറസ്റ്റ് ആണെങ്കിലും സ്വാഭാവികമല്ലേ? അതുകൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ലല്ലോ. കുറ്റാരോപിതരാകുന്നതും കുറ്റക്കാരാകുന്നതും രണ്ടല്ലേ എന്നുള്ള ഒരു നിലപാടുണ്ട് ഇടതുപക്ഷം ആവർത്തിക്കുന്നത്. അതിനുള്ള മറുപടി. അല്ല, ഇടതുപക്ഷം എന്നും എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. പണ്ടൊരു നേതാവ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചപ്പോൾ അതിന്റെ തീവ്രത ഇളക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കുകയും FIR കോടതിയിലോ പോലീസ് സ്റ്റേഷനിലൊന്നും അവർ പോയില്ല. പാർട്ടി കമ്മിറ്റി അന്വേഷിക്കുന്നത് സ്ത്രീപീഡനം പോലും, മനസ്സിലായില്ലേ? എന്നിട്ട് അതിന്റെ തീവ്രത കുറവാണ് എന്ന് പറഞ്ഞിട്ട് നേതാക്കന്മാർക്കെതിരെ മൃദുവായ തീരുമാനവും നിലപാടും എടുക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അവർക്കിതൊക്കെ ആവാം. SIT ചെന്നെത്തിയിരിക്കുന്ന അപർണ എവിടെയാ? SIT വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. 1. 2, അതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രണം നടന്നിട്ടുണ്ട്. ഈ ആസൂത്രണത്തെ ലെജിറ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. 3, ഇതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം. ഒരു ശ്രീകോവില് ആരെങ്കിലും അല്ല, ഏറ്റുമാനൂര് പണ്ട് ഒരു സ്റ്റീഫൻ കേറി വിഗ്രഹം മോഷ്ടിച്ച പോലെ അല്ലിത്. ഇത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ഫ്രെയിം വർക്ക് ചെയ്തിരിക്കുകയാണ് ഈ ശബരിമലയിലെ മുഴുവൻ സ്വർണവും അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. എന്നിട്ട് ഇതിന്റെ ആസൂത്രണത്തെ ലെജിറ്റിമൈസ് ചെയ്ത് അതല്ലേ അവിടെ സംഭവിച്ചത്? എന്താ ചെയ്തത്? അവര് ആദ്യം തന്നെ തിരുത്തുന്നു, ഇല്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാര് സ്വർണത്തെ ചെമ്പാക്കി തിരുത്തുകയാണ്. അങ്ങനെ തിരുത്തി അത് ബോർഡിൽ തീരുമാനമെടുക്കുന്നു. പ്രഗത്ഭന്മാരായ 2 മെമ്പർമാരുള്ള ഒരു ബോർഡിലാണ് ഈ തീരുമാനമൊക്കെ എടുക്കുന്നത്. അങ്ങനെ തീരുമാനം എടുത്തിട്ട് ഇത് പോറ്റിയുടെ തലയിലെടുത്ത് വെച്ച് കൊടുക്കുകയാണ്, നീ പോയിട്ട് ഇത് പൂശിക്കൊണ്ടുവരാൻ സ്വർണം. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അത് ഏത് കാലത്താണ്? അത് ഈ പറയുന്ന പത്മകുമാറിന്റെ കാലത്താണ്. അതിനുശേഷം ശ്രീ വാസു ഇത് തന്നെ ചെയ്യുന്നു. അതിനുശേഷം ശ്രീ പ്രശാന്ത് ഇത് ചെയ്യുന്നു. പ്രശാന്ത് ഇത് ചെയ്തപ്പോ പിടിവീണു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ പാർട്ടിയും ഗവൺമെന്റും കൃത്യമായി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന്. എന്താ പത്മകുമാർ പറഞ്ഞത്? നമ്മുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞത്, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എന്താ പറയാ, ദൈവത്തിന് തുല്യമായ ആൾക്കാർ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത്. അതോടൊപ്പം അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, ഞാൻ പറയേണ്ട ചില കാര്യങ്ങൾ എവിടെ ഞാൻ തീർച്ചയായിട്ടും പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതെപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്? ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഉറപ്പായ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ശ്രീ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ SIT കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് SIT തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ
ഒരൊറ്റ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിന്റെ മാനം നമുക്ക് അളക്കാൻ പറ്റും. അതെന്താണ്? ഇപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് പാസ്പോർട്ട് പിടിച്ചെടുത്തു എന്നാണ് നിങ്ങളുടെ വാർത്തയിൽ നിന്ന് കണ്ട കാര്യമാണ്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് വിദേശയാത്രയെ പറ്റിയിട്ട് ഇപ്പൊ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാ വിദേശയാത്രയെ പറ്റിയിട്ട് അന്വേഷിക്കുന്നത്? അപർണ, ഈ കേസിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്താ? പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ചില നയപരമായ തീരുമാനങ്ങളിൽ ബോർഡ് തീരുമാനമെടുത്തത് കൊള്ളയും കള്ളത്തരവും മോഷ്ടിച്ചതും ഒക്കെ ഉദ്യോഗസ്ഥന്മാരാണ്. ദേവസ്വം ബോർഡ് തന്നെ അതിനെ മാറ്റി നിർത്താൻ അദ്ദേഹം ശ്രമിക്കുന്നത്. സാർ, അങ്ങനെയല്ല. ഇത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ ഇപ്പൊ SIT കണ്ടെത്തിയതും നാളെ ഇത് ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളിയിൽ എത്തുമ്പോഴും നിങ്ങൾ ഇത് പറയണം. കാരണം എന്താ, ഇത് കടകംപള്ളിയിൽ എത്താതെ ഈ കേസ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഏറ്റവും കുറഞ്ഞത് കടകംപള്ളിയിൽ എത്തി. എന്തുകൊണ്ട്? വാസു പറഞ്ഞത് കൊണ്ടാണ് പത്മകുമാർ കുടുങ്ങിയത്. വാസു എന്താ പറഞ്ഞത്? എന്നെ പരിചയപ്പെടുത്തിയതും എനിക്ക് പരിചയപ്പെടുത്തി തന്നതും ഈ പോറ്റിയെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി തന്നത് ഈ പറയുന്ന പത്മകുമാറാണെന്നാണ്. പത്മകുമാർ എന്താ SIT കൊടുത്ത മൊഴിയെന്ന് നമ്മൾ അറിഞ്ഞത്? ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എന്റെ അടുത്തേക്ക് അയച്ച ആള് ഈ കടകംപള്ളിയാണെന്നാണ് പറഞ്ഞത്. ഈ കടകംപള്ളിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കളും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം തെളിയിക്കുന്ന എത്ര എന്താ പറയാ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിയ കഴിഞ്ഞാൽ നമുക്ക് കാണില്ലേ, ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ. വേണമെങ്കിൽ പറയാം ഫോട്ടോഗ്രാഫ്സ് അല്ല ഉള്ളൂ, വേറെന്താ തെളിവുണ്ടെന്ന്. സാർ, തെളിവുകൾ വരും. നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ? ഇതൊരു അവതാരം മാത്രമാണെന്നാ. മുഖ്യമന്ത്രി ആദ്യം ഈ വിഷയം വന്നപ്പോൾ പറഞ്ഞത് ഒരു അവതാരവും പിന്നെ ചില ഉദ്യോഗസ്ഥന്മാരും. പിന്നീട് ഇത് വാസുവിനെ പിടിക്കുന്നു, പിന്നീട് പത്മകുമാറിനെ പിടിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇത് വാസുവിലും ഈ പത്മകുമാറിലും ഒതുങ്ങുമെന്ന. എന്നെ അമ്പരപ്പെടുത്തുന്നത് അപർണ ഇതൊന്നുമല്ല. ബഹുമാന്യനായ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം SITയിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. തെറ്റൊന്നുമില്ല. കാരണം കോടതിയുടെ ഇടപെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനകത്തൊന്നും സംശയമില്ല. ഞങ്ങൾക്ക് SITയുടെ അന്വേഷണം ഞങ്ങൾ എതിർക്കുന്നില്ല, സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ പരിമിതിയെ പറ്റി ഞങ്ങൾ പറയുക. ഈ കോൺഗ്രസ് കേരളത്തിൽ ആദ്യം വളരെ അതിശക്തമായിട്ട് ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് പറഞ്ഞ കോൺഗ്രസ് 2 ദിവസമായിട്ട് ഇപ്പൊ അത് പറയുന്നില്ല. അവർ SITയുടെ അന്വേഷണത്തെ പറ്റിയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. മിനിഞ്ഞാന്ന് ഇതേപോലെ ഒരു ചാനലിൽ പങ്കെടുക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഇതിന് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ല എന്നുള്ള നിലയ്ക്കാണ് ഇപ്പൊ കോൺഗ്രസിന്റെ നിലപാട്. എന്തേ അവർ ഈ മലക്കം പറയാൻ കാരണം? ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പൊ 2 മുന്നണികളും മനഃപൂർവ്വമായി പത്മകുമാറിലും വാസുവിലും കേസ് ഒതുക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെ നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ 30 വർഷക്കാലത്തെ വിജിലൻസ് റിപ്പോർട്ട്, ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുണ്ട്. 50-നടുത്ത് 46, 47, 48 വിജിലൻസ് റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട്. ഇത് മുഴുവൻ പുറത്തു വിട്ടാൽ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇത് പോരാ, അല്ലെങ്കിൽ SIT പോരാ എന്നുള്ളത് കൃത്യമായിട്ട് വെളിയിൽ വരും. ബഹുമാന്യനായ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു സുഭാഷ് കപൂറിനെ പറ്റി. സാർ, ഈ സുഭാഷ് കപൂർ ഇടപെട്ടൊരു കേസാണെന്ന് കോടതി പറഞ്ഞു എന്നാണ് താങ്കളും പറഞ്ഞത്. അതാണ് ശരി, അത് കറക്റ്റാണ്. കോടതിക്ക് അങ്ങനെ സംശയമുണ്ട്. അങ്ങനെ സംശയമുള്ള ഒരു കേസിൽ താങ്കൾ കരുതുന്നുണ്ടോ SITയുടെ അന്വേഷണത്തിന് ഈ സുഭാഷ് കപൂറിന്റെ അടുത്തെത്താൻ പറ്റുമെന്നുള്ളത്? അപ്പൊ അത് സാധിക്കില്ല. അപ്പൊ സത്യസന്ധമായി ദേവസ്വം ബോർഡിൽ കഴിഞ്ഞ 10-30 വർഷക്കാലമായി മാറി വന്ന മുന്നണികളുടെ 2 ദേവസ്വം ബോർഡുകളുടെയും മുഴുവൻ അഴിമതിയും പുറത്തു വരണം. അങ്ങനെ അന്വേഷണം വരുന്ന സമയത്താണ് പത്മകുമാറിന് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വലിയൊരു അപകടാവസ്ഥ എന്ന് പറയുന്നത്. ഈ ഏറ്റവും അവസാനം ഇത് 3 കേസേ വന്നിട്ടുള്ളൂ. ഏതൊക്കെയാ? ഒന്ന് കട്ടിളപ്പടി, ഒന്ന് വാതില്, ഒന്ന് ദ്വാരപാലകൻ. 30 കിലോ സ്വർണമാണ് 1998-99 കാലഘട്ടങ്ങളിൽ വിജയമല്യ ശബരിമലക്ക് കൊടുത്തത്. അത് മാത്രം ഒരാൾ കൊടുത്തതിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന്റെ ബാക്കി എന്താണെന്നുള്ളത് അറിയില്ല. ഈ കേസ് ചർച്ച ചെയ്ത കോടതിയും എല്ലാവരും പറയുന്ന ഒരു പൊതുവായ ഒരു കാര്യമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായാലും നിങ്ങൾ മീഡിയയൊക്കെ എന്താ പറയുന്നത്? ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രം വന്നപ്പോൾ ഇത്ര ഭീമാകാരമാണ് ഇതിന്റെ വലിപ്പമെങ്കിൽ, ബഹുമാന്യനായ ഇടതുപക്ഷത്തിന്റെ അഡ്വക്കേറ്റ് അദ്ദേഹം പറയുന്നത് പോലെ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് സാറേ ഇതിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കൂ? സാറേ, ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാണ്. നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമാണ് സാർ. അവരാണ് ഇതിനെ ലെജിറ്റിമൈസ് ചെയ്ത് ഈ ആസൂത്രണത്തെ. അത് എത്ര കാലമായി തുടങ്ങിയെന്ന് ആലോചിക്കണം. ഏറ്റവും അവസാനം ശ്രീ പ്രശാന്തിന് പിടി വീഴുമ്പോഴാണ് ഈ കേസ് പുറത്തു വന്നത്. ഈ കേസ് പുറത്തു കൊണ്ട് താങ്കൾ പറഞ്ഞു ഇത് ഒരു പോറ്റിയെ അറസ്റ്റ് ചെയ്ത്. എന്തുകൊണ്ടാണ് പോറ്റിയെ അറസ്റ്റ് ചെയ്തത്? ഈ പോറ്റി കള്ളനാണെന്ന് വിജിലൻസ് റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവാത്ത ആളായിരുന്നില്ലല്ലോ പ്രശാന്ത്. അപ്പൊ കഴിഞ്ഞ 8-9 കൊല്ലമായിട്ട് ഈ മോഷണം ശബരിമലയിൽ നടക്കുന്നുണ്ടെന്നുള്ളതിന്റെ വിജിലൻസ് റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും 2025 ഈ പറയുന്ന ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളി കൊടുത്തയച്ചപ്പോഴല്ലേ പിടി വീണത്. അപ്പൊ ഇത് കേവലം പത്മകുമാറിലോ വാസുവിലോ അല്ല ഒതുങ്ങുന്നത്. ഇപ്പോഴുള്ള ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും
അന്നത്തെ പത്മകുമാറും അന്നത്തെ കടകംപള്ളിയും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കോടതി പറഞ്ഞതുപോലെ തന്നെ വലിയ മാനങ്ങൾ ഈ കേസിലുണ്ട്. ആ കേസ് അന്വേഷിക്കപ്പെടണമെങ്കിൽ ഇന്നത്തെ SITക്ക് അപ്പുറത്തേക്ക് വലിയ തോതിലുള്ള അന്വേഷണം ഉണ്ടാവണം. അതിൽ നിന്ന് UDF മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ആവശ്യത്തോട് UDF മാറി നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ സംശയത്തോടു കൂടി മാത്രമേ. റൈറ്റ്. ശ്രീ സേനാപതി വേണു, നേരത്തെ ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ചോദിച്ച ചോദ്യം ശരിക്കും അതിന് ഉത്തരം പറഞ്ഞത് കോൺഗ്രസ് ആണ്. ഇത് UDFന്റെ ഭരണകാലത്തായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിക്കുന്ന, ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും VD സതീശനാണെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് ഒരു കൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇതിനകത്ത് നടക്കുന്നുണ്ടോ? ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. അത് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിളിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദ്യം വരുമ്പോഴാണ് ഈ 30 വർഷത്തെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുകളും ഓഡിറ്റ് റിപ്പോർട്ടുകളും ഒക്കെ അന്വേഷിക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ കടക്കും. പത്മകുമാർ പറയുന്നു വിദേശയാത്ര നടത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ ആരെല്ലാം ഉണ്ട് എന്ന് അന്വേഷിക്കണമെന്നുള്ളത്. തന്റെ മുൻഗാമികളുടെ കാലത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സ്വാധീനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മകുമാർ അകത്തേക്ക് പോകുന്നത്. അതായത് അത് ഓഫ് ഹാൻഡ് ആണ് പറയുന്നതെങ്കിൽ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധം ആളിക്കത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയണം. അതല്ല എങ്കിൽ പ്രതിപക്ഷം ഒരു മെല്ലെപ്പോക്കോ മൃദു സമീപനമോ സ്വീകരിക്കുന്നതിന് പിറകിൽ മറ്റെന്തോ ആണ് എന്ന് ചിലപ്പോൾ BJP അടക്കം പറഞ്ഞു പോകും. അല്ല, ഇവിടെ പ്രതിപക്ഷം ഈ കാര്യത്തിൽ ഒരു മൃദു സമീപനമോ മെല്ലെപ്പോക്കോ ഇല്ല. ഇപ്പൊ ഞങ്ങൾ SIT ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം അത് ശരിയായ ദിശയിലാണ്. നാളെ ഇവിടെ ശ്രീ ഷാജി രാഘവൻ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ വിദേശ ബന്ധങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ SITക്ക് പറ്റുന്നില്ല എങ്കിൽ സ്വാഭാവികമായും SIT ഈ കാര്യം ഹൈക്കോടതിയെ അറിയിക്കും. ഹൈക്കോടതി അതിന്റെ തുടർ നടപടികൾ, അത് CBIയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസി ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കണമെന്നുള്ള ഉത്തരവിടുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കട്ടെ, ഈ 30 വർഷത്തെ ബൽദേവൊക്കെ പറയുന്നതിൻ്റെ ഒരു കഥ, അതിന്റെ യുക്തിയാണ് മനസ്സിലാകാത്തത്. കാരണം 98-ൽ വിജയമല്യയുടെ UB ഗ്രൂപ്പ് ഈ സ്വർണം പതിപ്പിക്കുമ്പോൾ, പൂശിയല്ല പതിപ്പിക്കുമ്പോൾ, അതിനുശേഷം ഇത് 2018 വരെ സ്വർണം അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ലല്ലോ. 2018 ശേഷമാണല്ലോ ഇത് വാനിഷ് ആകുന്നത്. അപ്പോൾ 30 കൊല്ലത്തെ അന്വേഷിക്കണം എന്ന് പറയുന്നത് അത് ഇനിയിപ്പോൾ ഞങ്ങളുടെ കേരളയെ അന്വേഷിക്കുന്നത് മുമ്പ് ഇരുന്നവർ കൂടി ഇതിലൊക്കെ പങ്കാളികളാണ് എന്നൊന്ന് വരുത്തി തീർത്ത് അത് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു പുകമറ സൃഷ്ടിക്കൽ മാത്രമാണ് ഈ 30 കൊല്ലത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പം മറ്റു രീതിയിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ മുമ്പൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏലക്ക മേടിച്ചത് ക്വാളിറ്റി കുറഞ്ഞത് മേടിച്ചു, വില കൂടുതൽ കൊടുത്ത് മേടിച്ചു, അല്ലെങ്കിൽ സാധനങ്ങൾ കൂടുതൽ മേടിച്ച് കമ്മീഷൻ എടുത്തു, പാത്രം ഈ കൊല്ലം മേടിക്കും, അടുത്ത കൊല്ലം ആ പാത്രം തന്നെ വീണ്ടും ബില്ല് മേടിക്കും. അതൊക്കെ അവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്ന പല വിജിലൻസ് റിപ്പോർട്ടുകളുമുണ്ട്. ഇവിടെ ഇതൊന്നും അല്ലല്ലോ. ഇവിടെ നടന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ ഏതെങ്കിലും ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണോ? ഇവിടെ ആ ക്ഷേത്രത്തിൽ വിഗ്രഹം മോഷ്ടിക്കുന്നത്, ഇവിടെ ഷാജി ഇപ്പൊ പറഞ്ഞ ഒരു പ്രധാന കാര്യമാണ്. ഏറ്റുമാനൂരപ്പനെ മോഷ്ടിച്ച് സ്റ്റീഫന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിഗ്രഹം മോഷ്ടിക്കുന്നു, അത് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ തസ്കര സംഘങ്ങളൊക്കെ വന്ന് അല്ലെങ്കിൽ മറ്റു കള്ളന്മാരൊക്കെ ഇതൊക്കെ മോഷ്ടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കൊള്ള, അതാണല്ലോ പറഞ്ഞത്, എത്ര ശാസ്ത്രീയമായ രീതിയിലാണ് ഒരു കൊള്ള നടത്തുന്നത്. എന്നിട്ട് ആ കൊള്ളയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അതിന്റെ മുകളിലുള്ള ഓരോ കണ്ണികളും ഈ ന്യായങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുവരുന്നു. ഇവിടെ ഞാൻ അവരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക, ശ്രീ വാസു ഉൾപ്പെട്ട ഒരു ചർച്ചയിൽ ഞാൻ വാസുവിനോട് അന്ന് സ്പെസിഫിക്കായി ഞാനൊരു ചോദ്യം ചോദിച്ചു. ശ്രീ വാസു, സുബ്രഹ്മണ്യം പോറ്റി ഒരു ഇമെയിൽ നിങ്ങൾക്ക് അയക്കുന്നു, അവിടെ സ്വർണം കുറച്ച് മിച്ചമുണ്ട്, ആ സ്വർണം എന്താണ് ചെയ്യേണ്ടത്, അത് നിർധന യുവതിയുടെ കല്യാണത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞൊരു ഇമെയിൽ അയക്കുമ്പോൾ ഞാൻ വാസുവിനോട് എടുത്തു ചോദിച്ച ചോദ്യമുണ്ട്. വാസു, ദേവസ്വം ബോർഡിന്റെ ഒരു മുതലിനെ കുറിച്ച് പറയുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവരണം, അത് മഹസപ്രകാരം റിട്ടേൺ ചെയ്യണമെന്ന് പറയാതെ നിങ്ങൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ കൊള്ള നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു കൊള്ളയെ അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി, ലെജിറ്റിമൈസ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഒരു ക്ഷേത്രത്തെ എങ്ങനെ കൊള്ളയടിക്കാം എന്നുള്ളത്, ഇത് ഒരുപക്ഷെ ഇതിപ്പോ കണ്ടുപിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇനി ഇതിലും കോടാനുകോടി വിലയുള്ള തിരുവാഭരണങ്ങളെല്ലാം ഇരിക്കുമല്ലേ. ഇവരേതൊക്കെ രീതിയിലായിരിക്കും ഇതൊക്കെ തിരിമറി നടത്തുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിൽ അത്ര രീതിയിലുള്ള കള്ളത്തരങ്ങൾ കാണിച്ചു. പക്ഷെ ഇവരുടെയൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് എന്താ? 2018 യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിന് ഷീൽഡ് ചെയ്യാൻ, അതിന് മറയൊരുക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിനെ മറയാക്കിയ ആളുകളാണ് ഈ വാസുവും അതുപോലെ തന്നെ ഈ ഇപ്പോൾ ജയിലിലേക്ക് പോയിരിക്കുന്ന ആളുകളും ഒക്കെ. അപ്പോ ഇവര് എന്താ പറഞ്ഞേ, കാലാകാലങ്ങളിൽ CPM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ്
ആ ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മകൾ, തെറ്റായ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് ഇവരെയാണ് ചട്ടുകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഇവർ ഗവൺമെന്റിന് വേണ്ടിയാണ് ഈ കൃത്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണം ഇതിവിടെ നിൽക്കാൻ പാടില്ല. അവരെ അങ്ങ് ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ശരിയാണ്, ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങൾ കാരണം ഒരു രാഷ്ട്രീയ സംവിധാനം മുഴുവൻ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ, ഞാനൊക്കെ ഇപ്പൊ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായി ഈ സ്ഥാനാർത്ഥികളെ കണ്ടെത്ത്, നോമിനേഷൻ ഫില്ലിംഗ്, ഇപ്പൊ നാളെ ഇതിന്റെ വിഡ്രോവല്, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു സമരത്തിലേക്ക് ഞാൻ ഖേദപൂർവ്വം പറയട്ടെ, ഇന്നോ നാളെയോ അല്ലെ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഞങ്ങൾ ഒരു സമരത്തിലേക്ക് ഇറങ്ങാൻ പോയാൽ അത് ആയിരക്കണക്കിനായ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുന്ന പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരോട് ഞങ്ങൾ ചെയ്യുന്ന ഒരു അന്യായമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ടും ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരെയുള്ള സമരം നാളെ തൊടുപുഴയിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, KPC പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങൾ ഔപചാരികമായി ആ സമരം, ഇതിന്റെ ഈ ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ തുടക്കം ഞങ്ങൾ തൊടുപുഴയിൽ നാളെ കുറിക്കുകയാണ്. കാരണം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഈ തിരക്കുകൾക്കിടയിൽ പോലും, അപ്പോൾ ഒരു സംശയവും ഷാജിയോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ കൊള്ളരുതായ്മ, കഴിഞ്ഞ 9.5 കൊല്ലത്തിനിടയിൽ നടന്ന ഏറ്റവും വലിയ കൊള്ള, ആ കൊള്ള ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ സ്വർണ്ണ കൊള്ളയാണ്. ഇത് കോടികളുടെ ഇടപാടാണ്. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ബാഹ്യശക്തികൾ ആരൊക്കെയുണ്ട്, അത് സ്വാഭാവികമായും SIT അവരുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ അത് ഹൈക്കോടതിക്ക് കൊടുക്കും. പക്ഷേ ശ്രീ സേനാപതി വേണു, അറസ്റ്റ് ചെയ്യുന്നത്, ചോദ്യം ചെയ്യുന്നതൊക്കെ ഒരാളെ കുറ്റക്കാരൻ എന്നുള്ള മുദ്രകുത്തലല്ല, ഇതൊരു അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന ആ ഒരു നിലപാടുണ്ടല്ലോ ഇടതുപക്ഷം ആവർത്തിച്ചു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പോഴുള്ള മന്ത്രി, ഇതിനു മുമ്പുള്ള മന്ത്രി ഒക്കെ ചോദ്യം ചെയ്യലിന് വിധേയരായാലും ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലും അത് തന്നെ പാർട്ടി പറയുകയുള്ളൂ, അത് തന്നെ സർക്കാരും പറയുകയുള്ളൂ. അത് പ്രതിരോധിക്കാൻ, അത് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കൃത്യമായി എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല? അല്ല, ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ CRPC, പഴയ CRPC, ഇപ്പൊ BNSS, അതിന്റെ സെക്ഷൻ 41 പ്രകാരം ഒരാൾക്ക് നോട്ടീസ് കൊടുത്ത് അത് വാദിയാണേലും സാക്ഷിയാണേലും പ്രതിയാണെങ്കിലും അയാളുടെ മൊഴി രേഖപ്പെടുത്താം. ഇവിടെ അതല്ലല്ലോ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇവരുടെ പങ്കാളിത്തം പ്രഥമ ദൃഷ്ട്യാ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മുൻ MLAയും CPMന്റെ വളരെ പ്രമുഖനായ ഒരു നേതാവുമാണ്. ഇനി ഈ പാർട്ടിക്ക് ഇതിൽ നിന്ന് കൈ കഴുകാൻ പറ്റൂ? ഇവരിനിയിപ്പോ എന്ത് ന്യായം പറഞ്ഞാലും അല്ല, അവര് കൈ കഴുകുകയാണല്ലോ. നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞത് കേട്ടില്ലേ, ഇനിയും അറസ്റ്റ് ഉണ്ടാകാം. ഇനി എവിടേക്കാണ് അറസ്റ്റ്? ഈ പറയുന്ന പേരുകൾ ആ അറസ്റ്റ് ഉണ്ടായാലും അത് കുറ്റക്കാരെന്ന് ചാപ്പകുത്തലല്ലോ, അന്വേഷണത്തിന്റെ ഭാഗമല്ലേ. അന്തിമ വിധി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? CPMന് ഇത്രയും, ഇടതുപക്ഷത്തിന് ഇത്രയും കോൺഫിഡൻസ് കിട്ടുന്നത് എങ്ങനെയാണ്? അല്ല, ഇത് കോൺഫിഡൻസ് നടിക്കുന്നതാണല്ലോ. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ CPMന്റെ ഇത്രയും പ്രമുഖരായ 2 നേതാക്കൾ, വാസു അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, ആ പാർട്ടിയുടെ ജില്ലയിലെ അറിയപ്പെടുന്ന നേതാവ്, ഗുരുദാസൻ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ആളെന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ഒരാളാണ് വാസു. അതുപോലെ തന്നെ പത്മകുമാർ, ഇവരെല്ലാം CPMന്റെ വളരെ എന്താ പറഞ്ഞ സംസ്ഥാന നേതൃത്വ നിരയോ ആ നേതൃത്വ നിരയുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിൽ പാർട്ടിക്ക് പങ്കാളികളില്ല എന്നൊക്കെ പാർട്ടി പറഞ്ഞൊഴിഞ്ഞാൽ അത് കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കില്ല. നിശ്ചയമായും ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPMഉം ഇടതുപക്ഷവുമാണ്. കാരണം ഈ കേസിൽ ഒന്നൊന്നായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രമുഖരെല്ലാം CPMஓ CPIയോ നിയമിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഈ കൊള്ളയുടെ ഉത്തരവാദിത്വം അത് ധാർമ്മികമായിട്ട് മാത്രമല്ല നിയമപരമായിട്ട് പോലും ഈ നിയമനങ്ങൾ നടത്തിയിട്ടുള്ള ഭരണകൂടമാണ്. അതുകൊണ്ട് അറസ്റ്റ് ഇത് പത്മകുമാറിൽ നിൽക്കില്ല, അത് കടകംപള്ളിയിലേക്ക് പോകണം, പ്രശാന്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ഇത് മഞ്ഞുമലയുടെ ഒരറ്റത്ത് പിടിച്ചിരിക്കുന്നു. ആ മഞ്ഞുമല മുഴുവൻ പുറത്തേക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഘട്ടം വരെ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോ ഏതായാലും പത്മകുമാർ സത്യം പറയും. പത്മകുമാറിന് ഇനി ഒളിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം ഓൾറെഡി ജയിലിലായി കഴിഞ്ഞിരിക്കും. പത്മകുമാർ സത്യം പറഞ്ഞാൽ അടുത്ത കണ്ണി, ആ കണ്ണിക്കും സത്യം പറയേണ്ടതായിട്ട് വരും. ആ സത്യങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുമ്പോൾ കേരളം ഞെട്ടുന്ന രീതിയിലുള്ള അഴിമതി, ഇനി അഴിമതിയിലൂടെ സ്വരൂപിച്ച പണം അതെവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, ആരുടെയൊക്കെ കൈകളിൽ ആരൊക്കെയാണ് പ്രോപ്പർട്ടികൾ വാങ്ങിയിരിക്കുന്നത് എന്നതുകൂടി SIT കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് സമ്പൂർണ്ണമാകും. അത് വരും ദിവസങ്ങളിൽ കണ്ടെത്തപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രതിപക്ഷം ഏത് തരത്തിൽ ഇതിന് പ്രതിഷേധം ശക്തമാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, തെരഞ്ഞെടുപ്പ് നിൽക്കുന്നു, കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പരാമർശങ്ങൾ സർക്കാരിലേക്ക്, പാർട്ടിയിലേക്ക്, ഇടതുപക്ഷത്തിലേക്കൊക്കെ തിരിഞ്ഞു വരുന്ന കാര്യമുണ്ട്. 2025 പോറ്റി വീണ്ടും ആർട്ടിഫാക്റ്റ് ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് 2019
ഈ കൊള്ള കവർ ചെയ്യാനാണ്, അതൊരു ഫാബ്രിക്കേറ്റഡ് ഒരു എമർജൻസി ശ്രമം നടക്കുകയാണെന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും പത്മകുമാറിനെ ഈ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നോടിയായി നിൽക്കുന്നു. ഇങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ ഈ അറസ്റ്റിന് ശേഷം ഒരു വലിയ പ്രതിച്ഛായ നഷ്ടമുണ്ടാകും എന്ന് ഇടതുപക്ഷം തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടി അവസാന ശ്രമം എന്ന വിധം പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതല്ലേ സത്യം? അറസ്റ്റ് തുടർന്നും ഉണ്ടാവും. ഞങ്ങൾക്കും അതിൽ യാതൊരു തർക്കവുമില്ല. അന്നത്തെ ബോർഡ് മെമ്പർമാർ ഒരു അറസ്റ്റ് ചെയ്യാം. 2024 ഇരുന്ന പ്രശാന്തനെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് വീണ്ടും ചിലപ്പോൾ ഉന്നതന്മാരിലേക്ക് പോകാം. അതിന് തർക്കമൊന്നുമില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ളവരെല്ലാം പ്രതികളാക്കിയത്. ഇപ്പോൾ പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹം മാത്രം അറിഞ്ഞുകൊണ്ടല്ല, ബോർഡ് മൊത്തത്തിൽ അറിഞ്ഞുകൊണ്ടാണ് സംഭവം നടന്നത് പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ബോർഡ് മെമ്പർമാരാണ് ശങ്കരദാസും ജയകുമാറും. അവരിലേക്ക് അറസ്റ്റ് ചെയ്യണം. ഒരുപക്ഷെ ഇത് മന്ത്രിയും അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, കസ്റ്റഡിയിലുള്ള പ്രതിയുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയിലേക്കും അറസ്റ്റ് നീങ്ങാം. അത് തീർച്ചയായിട്ടും പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗത്തിൽ ഗവൺമെന്റ് ഇടപെടുന്നില്ല എന്നുള്ളതിന്റെ ഒരു വ്യക്തതയാണ്. എത്ര ഉന്നതന്മാരിലേക്ക്, പിന്നെ ബഹുമാനപ്പെട്ട സേനാപതി വീണ്ടും പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പറച്ചിൽ ഇത് അറസ്റ്റാക്കി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയിലേക്കും പിന്നെ മുഖ്യമന്ത്രിയിലേക്കും AK ഒക്കെ നീണ്ടുപോകുന്നതാണ്. അതൊക്കെ വെറും വ്യാമോഹങ്ങൾ മാത്രമാണ്. കാര്യം അതില് ഒരു മുന്നണിക്ക്, ഒരു പാർട്ടിക്ക് ഒന്നും രാഷ്ട്രീയ ധാർമ്മികതയില്ലേ? ഇത് മറുവശത്തായിരുന്നെങ്കിൽ ഇങ്ങനെ നിയമപരമായിട്ടുള്ള വാക്കസർത്ത് കൊണ്ടായിരിക്കുമോ നേരിടുക? ഇതിലൊരു ധാർമ്മികതയില്ലേ? തന്നെ ഇത് പാർട്ടി തീരുമാനിച്ചത്, സർക്കാർ തീരുമാനിച്ച ആൾക്കാർ കൊള്ള നടത്തി വെറുതെ ഉണ്ടാകുന്ന അറസ്റ്റാണോ? അങ്ങനെ ഒരു വെറുതെ ഒരു അറസ്റ്റ് നടക്കുമോ? ഇത് അന്വേഷണത്തിൽ ഇടപെടുന്നില്ല. പക്ഷെ അതിന് മുൻപ് ഈ കക്കാൻ ഏൽപ്പിച്ചത് ഈ പാർട്ടി നിയോഗിച്ചവരെയാണ്, സർക്കാർ നിയോഗിച്ചവരെയാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമില്ല, മൗനമാണ്, ഉത്തരമേ ഇല്ല. ഇല്ല, ഒരാളിനെ ഒരു സ്ഥാനത്തേക്ക് നിയമിക്കുമ്പോൾ അയാൾ ഏത് സ്വഭാവക്കാരനാണെന്ന് പരിപൂർണമായിട്ട് പാർട്ടിക്ക് ഒരു പക്ഷേ പഠിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5 വർഷം ഒരു വലിയ ബോർഡിന്റെ ചെയർമാനായിട്ടിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന കോടിക്കണക്കിന്റെ വരുമാനമുള്ള ഒരു ബോർഡുമായിരുന്നു. അവിടെ ഇരുന്ന് അഴിമതി കാണിച്ചാൽ നാളെ എന്റെ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരാളിനെ നിയമിക്കുമ്പോൾ സംശുദ്ധമായ രീതിയിലുള്ള ഒരാളിനെ വേണം വിശേഷിച്ച് ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ നിയമിക്കാൻ. അപ്പൊ അവിടെ ഇരുന്ന് ഒരു അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് അതിനകത്ത് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് പരിപൂർണമായിട്ട് പാർട്ടിയുടെ ഉത്തരവാദിത്തമായിട്ട് അവർ എങ്ങനെ കാണാൻ പറ്റും? ഇവിടെ എവിടെയെല്ലാം സ്ഥാനങ്ങളിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്യുന്നില്ലേ? ഗവൺമെന്റ് PSC ടെസ്റ്റ് നടത്തിയ പിയൂൺ മുതൽ ചീഫ് സെക്രട്ടറി ഉദ്യോഗസ്ഥർ വരുന്നില്ല. ഇവർ അഴിമതി കാണിച്ചാൽ അത് മൊത്തം നേരത്തെ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? അതിന് PSCക്ക് വല്ല നിയമമുണ്ടോ? ഇല്ല. PSC ടെസ്റ്റ് നടത്തുന്നു, പലരെയും മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടും. ഒരുപക്ഷെ പാർട്ടി തല അന്വേഷണം നടക്കും. ഈ ഇത്രയും വലിയ കോടിക്കണക്കിന് സ്വത്ത് ഇടപാടുകൾ കണ്ടെത്തിയിരിക്കുന്നു പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന്. അപ്പോഴും ഇതിൽ ന്യായീകരിക്കുകയാണ്. ഇതെന്തുകൊണ്ട്? ഓക്കെ, ഒരു പാർട്ടി അന്വേഷണം ഒരു വശം ഒരു പാരലായിട്ടെങ്കിലും നടക്കാം, അതുണ്ടാകുന്നില്ല. പകരം അന്തിമ വിധി വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇതെങ്ങനെ കുറ്റക്കാരനെന്ന് പറയാൻ കഴിയുമെന്ന ചോദ്യം വന്നുകൊണ്ടേയിരിക്കുന്നിടത്തൊരു വലിയ വിഷയമല്ലേ? തീർച്ചയായിട്ടും അല്ല. കാരണം ഗോവിന്ദ മാഷ് അങ്ങനെ പറഞ്ഞെന്നുള്ള യാഥാർത്ഥ്യമാണ്. CPM എന്ന പാർട്ടിയെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ പാർട്ടി പോലൊന്നുമല്ല. തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത് ശക്തമായ അന്വേഷണം ഉണ്ടാകും, നടപടി ഉണ്ടാകും. ഇവിടെ അതിന് മറുപടി ശ്രീ സേനാപതി വേണു പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നേരിടുന്നത് കേരളത്തിൽ ഏകദേശം ഈ 3.5 കോടി വരുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയ പ്രക്രിയയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം. അതിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ ബ്രാഞ്ച് സെക്രട്ടറി മുതലുള്ളവർ നിന്ന് തിരിയാൻ സമയമില്ല. ഒരു ദിവസം 4-5 യോഗങ്ങളിലൊക്കെയാണ് ഞങ്ങളൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനേക്ക് തിരിയാനുള്ള സമയമില്ല. തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശക്തമായ നടപടികളുണ്ടാവും. പാർട്ടി അതിനകത്ത് അന്വേഷണം ഉണ്ടാവും. പിന്നെ പ്രതിപക്ഷത്തിന്റെ കാര്യം പറഞ്ഞു. എനിക്ക് അക്കാര്യത്തിൽ എനിക്ക് സേനാപതിയോടിന്റെ പാർട്ടിയോട് എനിക്ക് വലിയ വിഷമമുണ്ട്. കാര്യം നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് ഈ സമരം ചെയ്യാൻ അറിയില്ല. നിങ്ങൾക്ക് ഭരിക്കാൻ മാത്രമേ അറിയൂ. സമരം ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല. കാര്യം നിങ്ങൾക്ക് ആകെ ഉള്ളത് ഇങ്ങനെയുള്ള ചർച്ചകളോ അല്ലെങ്കിലുള്ള പ്രസ്താവനകളോ മാത്രമാണ്. ഇനി നിങ്ങൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ വൈറ്റ് കോളർ ജോബായിട്ട് നിൽക്കാനേ പറ്റും. നിങ്ങൾക്ക് സമരവും ഒന്നുമില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല. അത് കോൺഗ്രസിന്റെ ഒരു കൾച്ചറാണ്. കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം ലീഗ് ആയാലും മറ്റു പാർട്ടികളായാലും അവർക്കൊന്നും സമരം ചെയ്യുന്നവർക്ക് യാതൊരു താല്പര്യമില്ല. അല്ലാതെ ഇരുന്ന് അവർ വൈറ്റ് കോളർ ജോബായിട്ട് അവർ മുന്നോട്ട് പോകുന്ന അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവിനും ഒക്കെ ഉണ്ടാകുന്നത് ഒരു പരമാവധി വന്നാൽ ഒരു TV ചാനലിൽ ഒരു ചർച്ചയോ അതും അല്ലെങ്കിൽ വരുന്നത് എന്താ, ഒരു പ്രസ് കോൺഫറൻസ്. അതിനപ്പുറത്തോട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അത് നിങ്ങൾ ഒരു കാര്യമുണ്ട്, പ്രതിപക്ഷം കോൺഗ്രസ് ഭരിക്കുമ്പോൾ കൂടുതൽ അഴിമതി കാണിക്കാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം എന്താ? പ്രതിപക്ഷം വളരെ ശക്തമാണ്. ചെറിയ അഴിമതി പുറത്തു വന്നാൽ ആ അഴിമതി കൊണ്ടുവന്ന് അതിനെ പരമാവധി ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ആ അഴിമതിക്കാർ ഇന്നാരാണ് കുറ്റക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള കഴിവ് ഇടതുപക്ഷത്തിനുണ്ട്. ആ കഴിവ് കോൺഗ്രസിനില്ല. അവരുടെ പറഞ്ഞ് ശരിയാണ്, ഒരു ഗോൾഡൻ ചാൻസ്. പണ്ട് ശബരിമല പ്രസവം ഉണ്ടാവും BJPക്കാർ പറഞ്ഞല്ലോ,
ഇതൊരു ഗോൾഡൻ ചാൻസ് ആണെന്ന്. ഇതിൽ വലിയ ഗോൾഡൻ ചാൻസ് ഒന്നും പ്രതിപക്ഷത്തിന് വരാനില്ല. പക്ഷെ അവർക്ക് ഇനി എന്തിട്ട് കൊടുത്താലും, എന്തെല്ലാം അഴിമതി ഇട്ട് കൊടുത്താലും സമരം ചെയ്യാനും സമരവുമായിട്ട് മുന്നോട്ട് പോകാനൊന്നും കോൺഗ്രസ് ആയിരിക്കും. അതൊരു പക്ഷം നിൽക്കട്ടെ. പക്ഷെ ഇവർ സമരം ഒന്നും ചെയ്യേണ്ട. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പാർട്ടി ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും. ആരൊക്കെ അഴിമതിക്കാരാണോ അവരെ ഒന്നും സംരക്ഷിക്കില്ല. നടപടി എടുക്കേണ്ടി വന്നാൽ പത്മകുമാറിനെ ആയാലും നാളെ കടകംപള്ളി ആയാലും തീർച്ചയായിട്ടും തെറ്റുകാരെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ കമ്മിറ്റി മെമ്പർ സ്ഥാനത്ത് പോലും അവർ കാണില്ല. പാർട്ടി മെമ്പർഷിപ്പ് ഒരു സ്ഥാനത്ത് അവരെ കാണില്ല. അവരെ പുറത്താക്കും. അതിനുള്ള ആർജവം പാർട്ടിക്കുണ്ട്. പാർട്ടി പലപ്പോഴും അത് തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതിനകത്തുള്ള സമയമില്ല. പാർട്ടിക്ക് ഇപ്പോൾ അടിയന്തരമായി കമ്മിറ്റികൾ കൂടെ കൂടാൻ പറ്റാത്തൊരു സാഹചര്യം. ഇപ്പോൾ കൂടുന്ന ഇലക്ഷൻ കമ്മിറ്റികളാണ്. ഇലക്ഷനുമായിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള മറ്റു പ്രക്രിയകളിലേക്ക് പാർട്ടി കടക്കും. പിന്നെ ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരുപക്ഷെ കടകംപള്ളിയോ വാസുവിനെയൊക്കെ പ്രതിയാക്കി കേസെടുക്കാം. ആ കേസുകളൊന്നും കോടതിയിൽ വരുമ്പോൾ നിലനിൽക്കത്തില്ല. അത് മാത്രമല്ല, അത് മറ്റ് പ്രതികളെ രക്ഷപ്പെടാൻ മാത്രമേ സഹായിക്കൂ. കാര്യം നിയമവിരുദ്ധമല്ലാതെ കൂട്ടാളികളെ പ്രതികളാക്കി പോയി കഴിഞ്ഞാൽ കോടതിയിൽ വരുമ്പോൾ കോടതി ചോദിക്കാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, കോടതികൾ നടപ്പിലാക്കുന്നത് നിയമമാണ്, നീതിയല്ല. പലപ്പോഴും നമുക്ക് നീതി നിഷേധിക്കപ്പെടും. എത്രയോ കൊലപാതക കേസ് ഉൾപ്പെടെ ബലാത്സംഗ കേസിലെ പ്രതികളെ ശിക്ഷിക്കാൻ വിടുന്നത് കോടതിക്കറിയാം കുറ്റവാളിയാണെന്ന്. പക്ഷേ കോടതി ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് വേണ്ടത് എവിഡൻസ് ആണ്. അപ്പോൾ നീതി നടപ്പിലാക്കാനല്ല കോടതി ഇരിക്കുന്നത്. കോടതി ഇരിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമം നടപ്പിലാക്കാനാണ്. ആ നിയമം നടപ്പിലാക്കേണ്ടി വരുമ്പോൾ ഈ കേസുകൾ കോടതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും എവിഡൻസ് വേണം. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കട്ടു, അല്ലെങ്കിൽ പത്മകുമാർ ഇത് വിദേശത്തേക്ക് സ്വർണ്ണപ്പാളികൾ കടത്തി എന്നുള്ള എവിഡൻസുകൾ ഹാജരാക്കണം. ആ എവിഡൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ ചിലപ്പോൾ 15 ദിവസം, 1 മാസം, 2 മാസം റിമാൻഡിൽ പോയേക്കാം. പക്ഷെ അത് കോടതിയിൽ വരുമ്പോൾ അവിടെ വേണ്ടത് എവിഡൻഷ്യറി വാല്യൂ ആണ്. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അല്ല വേണ്ടത്. കൊലപാതക കേസല്ല ഇത്, മോഷണമാണ്. ഇത് ഒന്നാമതായിട്ട് ഇതിന്റെ റിക്കവറി വേണം. ഈ മോഷ്ടിച്ചെന്നാണ് കിലോ കണക്കിന് സ്വർണം. ശരിയാണ്, കിലോ കണക്കിന് സ്വർണം അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആ സ്വർണമെല്ലാം റിക്കവർ ചെയ്യണം. റിക്കവർ ചെയ്ത് കോടതിയിൽ ആയിട്ട് ഹാജരാക്കിയെങ്കിൽ മാത്രമേ എവിഡൻസ് ആയിട്ട് പോകത്തുള്ളൂ. അത് ആർക്ക് കൊടുത്തു, എപ്പോ കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു, അവരെല്ലാം ഇതിന്റെ സാക്ഷിപ്പട്ടികയിലോ അതല്ലെങ്കിൽ പ്രതിഭാഗത്ത് വരണം. അത് ആ സ്വർണം മോഷ്ടിക്കുന്നതും ഒരു തൊട്ടാൻ വാങ്ങിച്ചാൽ അയാളെയും പ്രതിയാക്കാം. അങ്ങനെയാണ് പല സ്വർണ്ണക്കടക്കാരെയും പ്രതിയാക്കുന്നത്. അതല്ലെങ്കിൽ അയാൾ സാക്ഷിയാക്കി മാറ്റാൻ, അയാൾ അറിയാതാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ സാക്ഷിയാക്കാം. എങ്കിൽ മാത്രമേ കേസ് മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെ കേസ് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ പ്രതികൾക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ പറയുന്ന ഇതിൽ എടുത്തുപിടിച്ച് ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്ത് എടുത്തുപിടിച്ച് തട്ടിപ്പൊരു ചാർജ് ഷീറ്റ് കൊടുത്താൽ ഈ ചാർജ് ഷീറ്റ് സാധാരണ ഒരു 90-95% കേസുകളും കോടതിയിൽ പ്രതികളെ വെറുതെ വിടുക. ആ രീതിയിലേക്ക് പ്രതികളെ വെറുതെ വിട്ടു പോകത്തോട് തൽക്കാലം ഒരു സെൻസേഷനിലാക്കാം എന്നുള്ളതല്ലാതെ ഈ കേസ് നമ്മൾ ആരും ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകത്തില്ല. പോകണം എന്നുണ്ടെങ്കിൽ സാവകാശം വേണം. അല്ല, അതിൽ ഈ പറഞ്ഞു വരുന്ന ആകത്തുക വ്യക്തമാണ്. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് ഒരു നടപടിയിലേക്ക് എടുക്കാം എന്ന് പറയുന്നിടത്ത് ഒരു സംവിധാനത്തെ, ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു സംവിധാനത്തിൽ ഇത് വിഷയമാകുകയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസവും അത് ജനങ്ങളെ പരിഹസിക്കലും കൂടിയാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ ഷാജി രാഘവൻ, ഇടതുപക്ഷത്തിന് അത് പറയാൻ കഴിയുന്നുണ്ട്. ഇടതുപക്ഷത്തിന് അത് കോൺഗ്രസിനോടും പറയാൻ ശ്രീ ഷാജി രാഘവൻ, അതിലേക്ക് വരാം. ചെറിയൊരു സാങ്കേതിക വിഷയം, വളരെ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, ചെറിയ കോക്കസ് ഒന്നുമല്ല ഈ ശബരിമല കൊള്ളയ്ക്ക് പിറകിലെന്നുള്ളത് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇത് ദൈവഹിതം അറിയുന്നവരാണ് എന്ന് പറയപ്പെടുന്നവർ പോലും ഈ വലിയ വലയ്ക്കകത്തുണ്ട്. അതുകൂടെ അന്വേഷിക്കേണ്ടതില്ല. അതിനൊരു ധാർമ്മിക ഉത്തരവാദിത്തമില്ല എന്നാണ് നേരത്തെ ഇടതുപക്ഷത്തിന്റെ പാനലിസ്റ്റ് ചോദിച്ചത്. ഈ ദൈവതുല്യർ എന്ന വാക്ക് പരാമർശിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്ത്രി തന്നെ താൻ ദൈവതുല്യനല്ല എന്ന് ആരും ചോദിക്കാതെ പറഞ്ഞൊരു പരാമർശം മുന്നിൽ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഈ ശബരിമലയിൽ ഇത്രയ്ക്ക് ഇങ്ങനൊരു ഹോൾഡ് ഉണ്ടാക്കിയത്? തന്ത്രി കുടുംബം അടുത്തിട്ടല്ലേ എന്നുള്ളൊരു വിഷയമൊക്കെയുണ്ട്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ഒരു നെറ്റ്വർക്ക് അതിങ്ങനെ കിടക്കുകയാണ്. അത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തെന്ന് കോടതി പറയുന്നിടത്തോട്ട് വരെ നീണ്ടു പോകുമെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഭക്തർ ഇത് കാണുക? ഭക്തർക്ക് തന്ത്രിയും ബാക്കിയുള്ളവരും എല്ലാം സെക്കൻഡറിയാണ്. തന്ത്രിയും മേൽശാന്തിയും ദേവസ്വം
ും നമ്മളെല്ലാം അയ്യപ്പനിലാണല്ലോ ഇതിൽ വിശ്വസിക്കുന്നത്. ആ അയ്യപ്പന്റെ ഭാഗമായിട്ടാണ് ബാക്കി എല്ലാവരും വരുന്നത്. ലഭ്യമായി ഇതുവരെ വിവരം വെച്ച് പത്മകുമാർ സാർ, സുഭാഷ് വാസു സാർ അടക്കമുള്ള, മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ആൾക്കാരിലാണ് കുറ്റമെന്ന് പറയുന്നത്. ഇനിയും കൂടുതൽ ആൾക്കാരിലേക്ക് വരുന്നെങ്കിൽ അന്വേഷിക്കട്ടെ. നമുക്കിതിന്റെ അടിസ്ഥാനം എന്താ? 7 മുതൽ 8 ഹൈക്കോടതിയുടെ ഇടക്കാല വിധിന്യായങ്ങളാണ്. അതിൽ വേറെ ആരുടെയും പേര് ഇതുവരെ പരാമർശിച്ചിട്ടില്ല. ഇനി വന്നുകൂടായൊന്നുമില്ല, ഇതുവരെ പരാമർശിച്ചിട്ടില്ല. 2, ഹൈക്കോടതിയാണ് ഈ കേസിലെ പരാതിക്കാരൻ. ഒരർത്ഥത്തിൽ ഹൈക്കോടതിയുടെ പോരാട്ടമാണ് ഈ കേസ്. സുവോമോട്ടു കേസെടുത്ത്, സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് ജയകുമാറും വലിയൊരു പോരാട്ടം നടത്തിയാണ് യഥാർത്ഥത്തിൽ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇനി 2, സുഭാഷ് കപൂർ അടക്കമുള്ളവരെ മെൻഷൻ ചെയ്തത് ആരാണ്? ഹൈക്കോടതിയാണ്. ഏകദേശം 1300 കോടി രൂപയുടെ ഈ ഗോൾഡ് സ്മഗ്ലിംഗ് മാർക്കറ്റ് അല്ലെങ്കിൽ ഐഡൽ സ്മഗ്ലിംഗ് മാർക്കറ്റ് ഒക്കെയാണ് ഈ സുഭാഷ് കപൂറിനുള്ളത്. സേക്രഡ് റെലിക്സ് എന്ന് പറയുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ ഏകദേശം $6 ബില്യൺ ഉള്ള വലിയൊരു മാർക്കറ്റും ഒരു മാഫിയ സംഘവും ഉണ്ട്. ഇവരിലേക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയട്ടെ. അപ്പം നമുക്ക് ഇൻഫർമേഷൻ വരാതെ ആരെങ്കിലും കുറിച്ച് കരിവാരത്തേക്കുന്ന എങ്ങനെ? ഇപ്പം ഞാനൊക്കെ സാധാരണ വിശ്വാസി മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതി വിധിയിൽ പറയുന്ന ആൾക്കാരെയും ഹൈക്കോടതിയും SIT അന്വേഷിക്കുന്ന ആൾക്കാരെ മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് വിശ്വാസികൾ ആരും മുഖ്യമന്ത്രിയാണ് അത് ഘട്ടമെന്ന് പറയാറില്ല, അല്ലെങ്കിൽ ഇതിൽ തന്ത്രിയോ മേൽശാന്തിയോ ഇൻവോൾവ് ആണെന്ന് പറയാറില്ല. കാര്യം ഹൈക്കോടതി വിധിന്യായങ്ങളൊന്നുമില്ല, ബാക്കിയെല്ലാം അനുമാനങ്ങൾ മാത്രമാണ്. ഇതുവരെ വന്ന കാര്യങ്ങൾ വെച്ച് ഹൈക്കോടതി ശക്തമായി മുമ്പോട്ട് പോകുന്നുണ്ട്. SIT ആരെയും വെറുതെ വിടുന്നില്ല, അതിശക്തമായി ഈ കാര്യങ്ങൾ അന്വേഷിക്കുക. SIT മുമ്പോട്ട് പോകാൻ മാത്രമല്ല ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇതുവരെ ഹൈക്കോടതി ശക്തമായി ചൂണ്ടിക്കാണിച്ചു. ഹൈക്കോടതി ഒരു വിധിയിലെ 8ാം പാരാഗ്രാഫിൽ 9 പോയിന്റുകൾ എഴുതിയിട്ടിട്ട് SITയോട് അന്വേഷിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ SIT നമുക്കറിയാം നേരിട്ട് ഹൈക്കോടതിയെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഊഹാപോഹങ്ങളും, നമുക്ക് വ്യക്തിപരമായ ചില ആൾക്കാരെ ഇഷ്ടം അല്ലെങ്കിൽ അവരെ കരിവാരിത്തേക്കാനും അല്ലെങ്കിൽ അവൻ കൂടെ ഉണ്ടെന്ന് പറയാനും കോൺസ്പിറസി തിയറീസ് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ ഹൈക്കോടതി പറഞ്ഞല്ലാതെ? ഇപ്പൊ ഹൈക്കോടതി ഇൻ ക്യാമറ ആയിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. ഉണ്ട് ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ എഴുതിയ വാക്കുകളിൽ നിന്ന് ഒരു വരിയോ ഒരു കുത്തോ കോമയോ കൂടുതൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. കണക്കുകൾ ഹൈക്കോടതി പ്രസന്റ് ചെയ്തു, ഡേറ്റുകൾ ഹൈക്കോടതി പ്രസന്റ് ചെയ്തു, 39 ദിവസം മാറ്റി പോകുന്നത് ഹൈക്കോടതി പ്രസന്റ് ചെയ്തു. ഇതെല്ലാം ഹൈക്കോടതി. അതായത് രാഹുൽ, ഞാൻ ചോദിക്കുന്നത് തന്ത്രിക്കടക്കം പൂജാരിക്കടക്കം ധാർമ്മികമായ ബാധ്യതയുണ്ടല്ലോ, അത് കോടതിയുടെ ഭാഗത്ത് പരാമർശം ഉണ്ടായില്ലെങ്കിലും എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ചോദിച്ചതാണ്, അതിനുള്ള മറുപടി. അവരോട് സിമ്പിൾ ആയിട്ടൊരു ഉത്തരവേ ഉള്ളൂ. തന്ത്രിക്ക് മേൽശാന്തിക്ക് സ്വർണ്ണപ്പണി അറിയില്ല. തന്ത്രിയും മേൽശാന്തിയും സ്വർണത്തിന്റെ കാര്യത്തിൽ എക്സ്പേർട്ട് അല്ല. ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കിയാൽ അറിയാനുള്ള മിടുക്ക് തന്ത്രിക്കോ മേൽശാന്തിക്കോ ഇല്ല. ആ എക്സ്പെർട്ടീസ് നമുക്കുണ്ടോ? എന്നാൽ ഈ മാധ്യമങ്ങൾക്കെല്ലാം എല്ലാ ദിവസവും അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ക്യാമറ വെക്കുന്നതല്ലേ? ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ എന്തുകൊണ്ട് മുമ്പ് കണ്ടുപിടിച്ചില്ല എന്ന് ചോദിച്ചാൽ എന്തായാലും ഉത്തരം. അതായത് ബാക്കിയുള്ളവർക്ക് അതിൽ ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി സ്വർണം പൂശാൻ, അതായത് തനി 24 ക്യാരറ്റ് തങ്കം പതിച്ചത് പൊതിഞ്ഞത് മാറ്റി സ്വർണം പൂശാനായിട്ട് ഉണ്ണികൃഷ്ണനും ദേവസ്വം ബോർഡിലെ ആൾക്കാരും ഗൂഢാലോചന നടത്തി. ഇതറിയാത്തൊരാൾക്ക് സ്വർണം പൂശിയതാണോ പതിച്ചതാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവരെ ഇതിലേക്ക് വലിച്ചെടുത്തത് ഇതിന്റെ ഫോക്കസ് തെറ്റിക്കാനാണ്. ഇതിന്റെ ഫോക്കസ് വളരെ ഷാർപ്പാണ്. ഹൈക്കോടതി വളരെ ഷാർപ്പായിട്ട് അന്വേഷിക്കാനും ഡേറ്റും എല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി CPM-ഉമായിട്ട് ബന്ധപ്പെട്ടവർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് 1999 അന്വേഷിക്കണമെന്ന്. എന്തോ അന്വേഷിക്കാനാണ്? 2019 ജൂലൈ 19, 20 അവിടെ നിലക്കിയെടുത്ത സ്വർണ്ണപ്പാളികളുടെ കാര്യം 1999 അന്വേഷിക്കണമെന്ന് അവർ പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? അപ്പം വേറെ കുറെ ആൾക്കാരുടെ പേര് കൂടെ അതിലേക്ക് വലിച്ചിടാം. ഈ 20 വർഷം കൊണ്ട് കുറച്ച് സ്വർണ്ണമൊക്കെ പോയി എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാന്നുള്ളതുകൊണ്ടാണ്. ആരെ പറ്റിക്കാനാണ് നമ്മൾ സംസാരിക്കുന്നത്? ജൂലൈ 19, ജൂലൈ 20 അവിടെ ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തു. അതായിരുന്നല്ലോ ആദ്യ വിഷയം. അത് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടു. 39 ദിവസത്തിന് ശേഷമാണ് മദ്രാസിൽ എത്തിയത്. ഈ 39 ദിവസം എന്ത് ചെയ്തു? ദേവസ്വം ബോർഡ് അന്വേഷിക്കാത്ത എന്തുകൊണ്ടാണ്? അങ്ങോട്ട് പോയപ്പോൾ ദ്വാരപാല ശില്പങ്ങളിൽ 1.561 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1.5 കിലോഗ്രാം സ്വർണം പതിച്ചിരുന്നു, സ്വർണം പൊതിഞ്ഞിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ 361 ഗ്രാം സ്വർണം പൂശിയിരുന്നു. ഇതെന്തുകൊണ്ടാണ്? ഇതിന് 1998 വിജയം വലിയ ചോദ്യം ചെയ്യണോ? രാഹുൽ ഒന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചോട്ടെ. പത്മകുമാർ അകത്തേക്ക് പോകുമ്പോൾ പറയുന്നത്, ഇപ്പോഴും അത് പറയുന്നത് UDF-ന്റെ കാലത്ത്, അതായത് തന്റെ മുൻഗാമികൾക്കും ഉണ്ട് ഇതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതായത് അത് പത്മകുമാർ വെറുതെ ഈ ഫോക്കസ് മാറ്റാൻ, അന്വേഷണത്തിന്റെ ഫോക്കസ് മാറ്റാൻ കയ്യിൽ നിന്ന് ഇട്ടത് മാത്രമാണ്. അങ്ങനെയാണോ രാഹുൽ കരുതുന്നത്?
ഈ അങ്ങേക്കറിയാലോ, എനിക്ക് ഭയങ്കര വ്യക്തിപരമായി ഇഷ്ടമുള്ള അടുപ്പമുള്ള ആളാണ് പത്മകുമാർ സാർ. ഞങ്ങളെ സഹായിച്ച ആളാണ്. യഥാർത്ഥത്തിൽ ആദ്യ ദിവസം പ്രക്ഷോഭം തുടങ്ങാൻ എന്നെയും മുത്തശ്ശി അമ്മയും ഒക്കെ ശബരിമലയിൽ എത്തിക്കാൻ കാരണക്കാരൻ കൂടി പത്മകുമാർ സാറാണ്. അങ്ങനെ ആദ്യ ദിവസം പ്രക്ഷോഭം തുടങ്ങിയോണ്ടാണ് 60 ദിവസം അത് കണ്ടിന്യൂ ചെയ്യാനും നമുക്ക് വിധി ജയിക്കാനും പറ്റിയത്. പത്മകുമാർ സാറിനെ വ്യക്തിപരമായ ഇഷ്ടമാണ്. ഇന്ന് അദ്ദേഹം ചെയ്തതിനോടെല്ലാം ഏറ്റവും ദേഷ്യവും ഏറ്റവും വിഷമവും ഒക്കെയാണ്. അത് മറ്റൊരു കാര്യം. പക്ഷേ മുമ്പത്തെ ദേവസ്വം ബോർഡുകാർ എന്ത് ചെയ്തു എന്നാ പറയണേ? ജൂലൈ 19 ജൂലൈ 20 അഴിച്ചെടുക്കുന്നതിന് മുമ്പ് ദ്വാരപാല ശില്പങ്ങളിൽ നിന്ന് സ്വർണം പോയി ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇത് വേഗമാക്കാൻ വേണ്ടി പറയുകയാണ്. പത്മകുമാർ സാറിനെ ഇപ്പോഴും സാറിനെ ഞാൻ വിളിക്കൂ, എന്ന് സാറിനെ വിളിക്കൂ. പത്മകുമാർ സാർ ഇടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞു, നമ്മുടെ അനന്തഗോപൻ സാർ മലേഷ്യയിൽ പോയത് അന്വേഷിക്കണമെന്ന്. ചുമ്മാ വെറുതെ അന്വേഷിച്ചിട്ട് എന്താ കാര്യം? അതായത് നമ്മുടെ ഈ അക്കരയിൽ ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്നുണ്ട്, നമുക്ക് പോൾ ബാർബർ ഫ്രാൻസിലോട്ട് പോയെന്ന് പറയാം, അപ്പം നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫ്രാൻസിലോട്ട് വിടും, പിന്നീട് ഇറ്റലി, ഹംഗറി, ജർമ്മനി, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോയി എന്ന് പറയാം. യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ എന്താ? 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് വാതിൽപ്പടികളിലെ 2.5 കിലോഗ്രാം സ്വർണം പതിച്ചത്, 2 ദ്വാരപാല ശില്പങ്ങളിലെ 1.5 കിലോഗ്രാം സ്വർണം. ജൂലൈ 19 ജൂലൈ 20 ദ്വാരപാല ശില്പങ്ങൾ അഴിച്ചെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയി മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്ന് വെച്ചു. അതിനി 1999 ദേവസ്വം ബോർഡുകാരെ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിച്ചോട്ടെ, സമയം കളയണമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും സമയം കളയാം. പക്ഷേ ഇത് ഫോക്കസ് തെറ്റിക്കാനും ബാക്കി ഒരുപാട് പേര് ഇൻവോൾവ് ആണെന്ന് വരുത്താനും മുമ്പുള്ള ദേവസ്വം ബോർഡുകളിൽ നിന്ന് കുറച്ച് സ്വർണം പോയി എന്ന് തെറ്റിദ്ധരിപ്പിക്കാനും അവസാനം എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി. ഇടയ്ക്ക് ശ്രദ്ധിച്ചു കാണും, നമ്മുടെ ചെന്നൈയിലെ ഒരു ജുവലറിയിൽ നിന്ന് 600 ഗ്രാം സ്വർണം തിരിച്ചു കിട്ടിയെന്നൊക്കെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു. അതായത് ഈ 6 വർഷം അവരോട് പൂട്ടി വെച്ചിരുന്ന ഈ സ്വർണം. നാട്ടുകാരെ പറ്റിക്കുമ്പോൾ നമ്മളൊക്കെ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നതല്ലേ. അപ്പം എങ്ങനെങ്കിലും തൂക്കം ഒപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനൊന്നും രക്ഷപ്പെടാൻ നടക്കൂല. കാര്യം ഇത് ഹൈക്കോടതി, ഇതിൽ പരാതിക്കാരൻ ഹൈക്കോടതിയാണ്. ഇനിയും ട്രയൽ കോടതികളിലേക്കും വരുമ്പോൾ ട്രയൽ കോടതികളും ഓർത്തിരിക്കുമല്ലോ, അവര് വിധിന്യായത്തിലൊന്നും എഴുതും. പോയ സ്വർണം കിട്ടാൻ വകുപ്പില്ല. നേരത്തെ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ പറയുന്ന പോലെ ഈ സ്വർണം എല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതാണല്ലോ പ്രാഥമിക ഉത്തരവാദിത്തം സർക്കാരിന്റെ എന്നൊക്കെ പറയുന്നിടത്ത് രാഹുൽ പോലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നല്ലേ? ഒറ്റ വരി പറഞ്ഞിട്ട് ഇപ്പൊ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എനിക്കത് പറയുമ്പം വേദനയുണ്ട്. അതായത് ഇപ്പം ശബരിമലയിൽ ഇരിക്കുന്ന ദ്വാരപാലക അല്ലെങ്കിൽ സ്വർണം പതിച്ച ദ്വാരപാലക ശില്പങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇപ്പൊ ഇരിക്കുന്ന വാതിൽപ്പടിയിലെ സ്വർണം പൂശിയത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ മിസ്സിംഗ് ആണ്. ഈ ഒറിജിനൽ മറിച്ചു വിറ്റോ മുറിച്ചു വിറ്റോ എന്നുള്ളതാണ് ചോദ്യം. അതായത് മറിച്ചു വിറ്റാൽ സ്വർണത്തിന്റെ മൂല്യം മാത്രമേ ഉള്ളൂ, ഏതാനും കോടികൾ മാത്രമേ ഉണ്ടാകൂ. പക്ഷേ മുറിച്ചു വിറ്റാൽ ഡിവൈൻ വാല്യൂ കൂടെ വെച്ച് ദശകോടികൾ ഉണ്ടാക്കാം. അതായത് ഇത് 10-14 ഭാഗങ്ങളായിട്ടാണ്. ഇതിന്റെ ഓരോ ഭാഗങ്ങൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും വലിയ ബിസിനസ്സുകാരോട് പോയി അയ്യപ്പന്റെ സ്വർണം പാളികളാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും ഇത് മറിച്ച് വിറ്റെങ്കിൽ ഒരുപാട് രൂപയുണ്ടാക്കാം. അങ്ങനെയാണ് ഈ ആന്റിക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ഇതിന് സേക്രഡ് വാല്യൂ, ഡിവൈൻ വാല്യൂ, ഇമോഷണൽ വാല്യൂ, റിച്വലിസ്റ്റിക് വാല്യൂ ഉണ്ടോണ്ടാണല്ലോ ഈ 1000 വർഷം അടക്കം പഴയുള്ള സാധനങ്ങൾക്ക്. രാഹുൽ വിദേശയാത്ര താൻ നടത്തിയിട്ടില്ല. മുൻപുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാര്യം അന്വേഷിക്കൂ. അവർ വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. അതാണ് ശ്രീ എം പത്മകുമാർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പാസ്പോർട്ടാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ കോടികളുടെ, അതായത് മുറിച്ച് തന്നെ വിറ്റത്, ഉരുക്കി വിറ്റതല്ല, മുറിച്ച് തന്നെ വിറ്റ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയി എന്നുകൂടിയാണോ? അങ്ങനെയാണോ? ഈ 14 ഭാഗങ്ങളുണ്ട്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 7-8 പേര് ഇപ്പം തന്നെ ഉണ്ട്. ഇനിയും കൂടുതൽ ആൾക്കാർ വരുമായിരിക്കും. ഈ 1, 1.5, 2 കോടി രൂപയ്ക്കാണെങ്കിൽ ഈ 10 പേർക്ക് വീതിച്ചു കൊടുത്താൽ എന്ത് കിട്ടാനാണ്? ശരിക്കും ആ അർത്ഥത്തിൽ ഏതാനും ദശലക്ഷങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൊള്ള ചെയ്തിരുന്നെങ്കിൽ ഈ കൊള്ള ചെയ്തവര് സാധാരണ ഭക്തന്മാരോട് പറഞ്ഞാൽ നമ്മൾ പിരിച്ചു കൊടുക്കുമായിരുന്നല്ലോ, അയ്യപ്പന്റെ ഒറിജിനൽ സാധനം അടിച്ചു കൊണ്ടുപോകുന്നതിന് വരും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇതിന്റെ ഡിവൈൻ വാല്യൂ വെച്ച് മറിച്ച് വിറ്റ്, മുറിച്ചും മറിച്ചും വിറ്റ് അയ്യപ്പന്റെ കാര്യങ്ങൾ വിദേശ മാർക്കറ്റിൽ അടക്കം വിറ്റ് കോടിക്കണക്കിന് രൂപ ഇവർ സമ്പാദിച്ചിട്ടുണ്ടാണോ? ഇല്ലെങ്കിൽ ഇവന്മാർ മണ്ടന്മാരാണ്, കള്ളന്മാർ മാത്രമല്ല മണ്ടന്മാരുമാണ്. അപ്പോൾ അതാണ് സുഭാഷ് കപൂറിന്റെ റെഫറൻസ്. ഈ സുഭാഷ് കപൂറിന്റെ റെഫറൻസ് നമ്മൾ ആരും കൊണ്ടുവന്നതല്ല. സുഭാഷ് കപൂറിന്റെ റെഫറൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കൊണ്ടുവന്നതാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ പ്രത്യേകിച്ച് അമ്പലവുമായി ബന്ധപ്പെട്ട നമ്മുടെ ആചാരവും ചരിത്രവുമായി ബന്ധപ്പെട്ടതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ മോദിജിക്ക് അമേരിക്കൻ ഗവൺമെന്റ് 2021 ഏകദേശം 150 കോടി രൂപയുടെയോ 140 കോടി രൂപയുടെയോ പഴയ വിഗ്രഹങ്ങൾ തിരിച്ചു കൊടുത്തയച്ചു. എത്ര കോടികളാണെന്ന് ആലോചിക്കണം. അപ്പൊ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആന്റിക് വാല്യൂ ഉണ്ട്. ശബരിമലയുടെ ആന്റിക് വാല്യൂവിനേക്കാൾ കൂടുതൽ സേക്രഡ് വാല്യൂ ആണ്. ലൈഫ് ടെമ്പിൾ ആയതുകൊണ്ട് സേക്രഡ് വാല്യൂ ആണ്. ഇത് പലർക്കായിട്ട് മുറിച്ചു കൊടുത്ത് കാണണം. ഇനി ഉണ്ണികൃഷ്ണൻ പറയുന്ന ഒരു കള്ളം കൂടിയുണ്ട്. ഉണ്ണികൃഷ്ണനും സ്മാർട്ട് ക്രിയേഷൻസും ഇപ്പം പറയുന്നത് ഞങ്ങൾ അതിൽ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് ചെമ്പങ് ഇല്ലാതായി എന്നാണ്. യഥാർത്ഥത്തിൽ ബാക്കി ആർക്കെങ്കിലും ഇത് മറിച്ചു വിറ്റോ എന്ന ചോദ്യം മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ആ സ്വർണം എടുത്തിട്ട് ചെമ്പങ് ഇല്ലാതായി എന്ന്. ഇവർക്ക് ഈ തീരുമാനം എടുക്കാൻ ആരധികാരം കൊടുത്തു? അയ്യപ്പന്റെ ഒറിജിനൽ സാധനം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഉണ്ണികൃഷ്ണനോ ബാക്കി സ്മാർട്ട് ക്രിയേഷൻസിനോ ആര്? ശരി, രാഹുൽ, ഞാൻ തിരികെ തന്നു. ശ്രീ ഷാജി രാഘവൻ,
അതായത് ഇതാണെങ്കിൽ ഇത് ഇപ്പൊ രാഹുൽ ഈശ്വർ പറയുന്നതല്ല, ഇത് തുടക്കം പറഞ്ഞിരിക്കുന്നത് കോടതിയാണ്. കോടതി അങ്ങനെ സുഭാഷ് കപൂറിന്റെ പേര് പറയുന്നത് വരെ അങ്ങനെ ഒരു വാദം പ്രതിപക്ഷന്റെ ഭാഗത്തുമില്ല, BJP-യുടെ ഭാഗത്തുനിന്നില്ല. അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുന്ന ഒരു വാക്ക് ആദ്യം പറയുന്നത് ഇത് ഈ പറഞ്ഞ പോലെ നിയമ പോരാട്ടം നടത്തുന്ന കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നതാണ്. പക്ഷേ യുവതീ പ്രവേശന വിഷയത്തെക്കാളും വലിയ വിഷയമാണ് വിശ്വാസപരമായിട്ടത്. അത് ഞാൻ നേരത്തെ കോൺഗ്രസിനോട് ചോദിച്ച അതേ ചോദ്യമാണ്. അത് ആ തരത്തിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് നിൽക്കുന്നു, അത് BJP ഉപയോഗിക്കുന്നുണ്ടോ? അതങ്ങനെ താങ്കൾ നിൽക്കുന്ന ഈ പത്തനംതിട്ടയിൽ അത് പ്രചാരണ വിഷയമായി ഏറ്റവും പ്രയോറിറ്റിയിൽ അത് ആളിക്കത്തിക്കുന്നുണ്ടോ BJP? അല്ല, ഇതൊരു തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയം വരുന്നത് ആരും ആളിക്കത്തിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങളുടെ ഉൾപ്പെടെയുള്ള ചാനൽ ഒരു 30 ദിവസം എടുക്കുക, അതിൽ നിങ്ങൾ 20 ദിവസം അല്ല, വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ആളി കത്തിക്കണം BJP. കാരണം ഇതാണ് ആളി കത്തിക്കേണ്ടത്, ഇത് ആളി കത്തിക്കേണ്ട വിഷയമാണ്. അതെ, തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞത് ഇത് ചർച്ചയുണ്ട് ഇവിടെ, ഇത് ചർച്ചാ വിഷയമായതാണ്. ഇപ്പൊ ഞാൻ തന്നെ ശ്രദ്ധിച്ച 1-2 കാര്യം ഈ ചർച്ച ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന്, ഈ അന്വേഷണം 10 വർഷത്തിൽ ഒതുക്കണം എന്ന് ആരും വാശി പിടിച്ചിട്ട് കാര്യമില്ല. ശബരിമലയെ പറ്റിയും ദേവസ്വം ബോർഡിനെ പറ്റിയും അവിടെ നടക്കുന്ന കൊള്ളയെ പറ്റിയും ഇത് 50% ഈ സംസ്ഥാനത്തെ, പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തെ 50% വരുന്ന വിശ്വാസികളുടെ ഒരു ക്ഷേത്രത്തെ പറ്റിയും അവരുടെ ക്ഷേത്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡിനെ പറ്റിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതങ്ങനെ ലഘൂകരിച്ച് കാണേണ്ട കാര്യമല്ല. ഒരു ഇലക്ഷൻ വന്നു എന്നതുകൊണ്ട് കോൺഗ്രസ് തൽക്കാലം ഞങ്ങൾ ഇത് മാറ്റിവെക്കുകയാണെന്നാണ് സേനാപതി വേണു പറയുന്നത്. CPM അതിന്റെ പിന്തുടർച്ച പറയാം, ഞങ്ങൾ ഇത് ഇലക്ഷൻ വരെ മാറ്റിവെക്കുക, അത് കഴിഞ്ഞ് ഞങ്ങൾ ചിലരെയൊക്കെ പുറത്താക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ചിലർ നടപടി എടുക്കുന്ന. സാർ, നിങ്ങളൊരു ജനാധിപത്യത്തില് ഒരു രാജ്യത്ത് ജനാധിപത്യ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 1 മണിക്കൂർ നിങ്ങൾക്ക് ഇത് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഇവിടെ 50% വരുന്ന ഒരു ജനവിഭാഗത്തിന്റെ നീറുന്ന ഒരു വലിയ ഗുരുതരമായ പ്രശ്നം, അവൻ വഴിപാട് കൊടുത്ത സ്വർണം അടിച്ചുകൊണ്ട് പോയി മോട്ടിച്ചുകൊണ്ട് പോയി കൊള്ള നടത്തി എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ അവധി എടുത്തിരിക്കുക ഇല്ല 10-25 ദിവസം, നിങ്ങൾക്ക് ഇത് എങ്ങനെ സാധിക്കും? ഇത് അപർണ, ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി ഈ വിഷയത്തിൽ ചാനൽ ചർച്ചയിൽ പോലും വന്നു പറയുന്ന നിരീക്ഷകരായാലും ശരി, ഇടതുപക്ഷത്തിന്റെ ആയാലും ശരി, UDF-ന്റെ ആൾക്കാരായാലും ശരി, ഈ വിഷയത്തെ ലഘൂകരിച്ച് കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 8-9 കൊല്ലത്തെ അന്വേഷണം മതി എന്ന് പലരും പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അന്വേഷണം ദീർഘകാലാടിസ്ഥാനത്തിൽ നടക്കണം. UDF-ന്റെ കാലത്തും നടന്നിട്ടില്ലേ? ശിവകുമാറിന്റെ നേതൃത്വത്തിൽ 2 അതിൽ പ്രതിഷേധം ശക്തമാകുമോ എന്നുള്ള കാര്യമാണ്. അത് ഭക്തജനങ്ങൾ കൂടി ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഞാൻ സമയപരിമിതി കൊണ്ടാണ് നമ്മളിത് പ്രേക്ഷകരോട് ചോദിക്കുമ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയില് അന്താരാഷ്ട്ര, ദയവായി പാനലിസ്റ്റുകൾ എന്നോട് ശ്രമിക്കുക, സമയപരിധി ഇതിൽ അന്താരാഷ്ട്ര റാക്കറ്റ് ബന്ധമാണോ ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് ചോദിക്കുന്നത് വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതുകൊണ്ടാണ്. 92% പ്രേക്ഷകരും അതെ എന്നാണ് പറയുന്നത്. അയ്യപ്പന്റെ സ്വർണം കട്ടവരൊക്കെ കുടുങ്ങുമെന്ന് പറഞ്ഞവർ തന്നെ അഴിക്കുള്ളിലായ സമയമാണ്. കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും മൊഴിയെടുക്കലുകളും അറസ്റ്റും കടന്നാലും പ്രതിരോധിക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കോടതിയാണ് ജനങ്ങളുടെ ഏക ആശ്രയം എന്നുകൂടിയായിരിക്കും ഭക്തജനങ്ങൾ ഓർമ്മിക്കുക. പൂർണ്ണമാകേണ്ട പ്രൈം ഡിബേറ്റ് ഷാജി രാഘവൻ, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, സേനാപതി വേണു, ഒപ്പം രാഹുൽ ഈശ്വർ. നന്ദി പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തത്. നമസ്കാരം.